ഹായ് എവരി വൺ, വെൽക്കം ടു എണേസ്റ്റ് അക്കാഡമി. എണേസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീഷാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനുഫാക്ചറിങ് പ്രോസസ് പാർട്ട് 2 ആണ്. സോ പാർട്ട് 1 വെൽഡിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. പാർട്ട് 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് കാസ്റ്റിംഗ്, ഫോർജിങ്, റോളിങ് അതുപോലുള്ള കുറച്ച് പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. ഇത് മാനുഫാക്ചറിങ് പ്രോസസ്സുകളാണ്. ഓക്കെ, സോ എന്താണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്? ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടു അക്വയർ നോളജ് ഓൺ കാസ്റ്റിംഗ്, ഫോർജിങ് ആൻഡ് റോളിംഗ് പ്രോസസ്. ഈ മൂന്ന് പ്രോസസ്സിനെ പറ്റിയിട്ടും അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്നും അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ കാസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരുപാട് വൈഡായിട്ട് യൂസ് ചെയ്യുന്നതും ഒരുപാട് ഓൾഡസ്റ്റ് ആയിട്ടുള്ള വളരെ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷേപ്പിൽ ഒരു ഒബ്ജക്റ്റ് വേണം. പർട്ടിക്കുലർ ഷേപ്പിൽ ഒരു ഒബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റി നമ്മൾ സാൻഡിനകത്തോ അല്ലെങ്കിൽ വേറെ എന്തിലെങ്കിലും സാൻഡിനകത്ത് ചെയ്യുവാണെങ്കിൽ സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറയും. സോ സാൻഡിനകത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലുള്ളതിനകത്തോ ഒക്കെ ആ ക്യാവിറ്റി നമുക്കിപ്പോൾ ഒരു ബോൾ ഷേപ്പാണ് വേണ്ടത്. ഒരു സ്പിയറിന്റെ ഷേപ്പ് മെറ്റൽ വേണം. ഒരു സ്പെറിക്കൽ ബോൾ അതാണ് നമുക്ക് വേണ്ടത്. സോ ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റി നമ്മൾ സാൻഡിനകത്ത് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് മെറ്റൽ ഉരുക്കി ഒഴിക്കും. മെറ്റൽ ഉരുക്കി ഒഴിച്ചതിന് ശേഷം ആ മെറ്റൽ സോൾഡിഫൈ ചെയ്യുമല്ലോ. കുറച്ച് കഴിയുമ്പോൾ തണുക്കുമ്പോഴത്തേക്ക് എന്താവും? ആ ഒരു ഷേപ്പ് ആവും, നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് മാറും. സോ അതിനുശേഷം അത് ഫിനിഷ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇപ്പോൾ ഒരു സ്പെറിക്കൽ ഷേപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സാൻഡിനകത്ത് എന്ത് ചെയ്യും? ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ക്യാവിറ്റി ആദ്യം ക്രിയേറ്റ് ചെയ്യും. സോ ഈ ക്യാവിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്പെറിക്കൽ ഷേപ്പ് അതേ നമുക്ക് എന്ത് ഷേപ്പാണോ വേണ്ടത് അതേ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് ആദ്യമേ വേണം, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് ക്യാവിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. സോ അതിന് പറയുന്ന പേരാണ് പാറ്റേൺ എന്ന് പറയുന്നത്. സോ പാറ്റേൺ യൂഷ്വലി വുഡ് വെച്ചൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. സോ ഒരു വുഡൻ ഷേപ്പിൽ ഒരു വുഡ് സ്പെറിക്കൽ ഷേപ്പിലുള്ളത് ആദ്യം നമ്മുടെ കയ്യിൽ കാണും. സോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ക്യാവിറ്റി ഉണ്ടാക്കുന്നത്. സോ ക്യാവിറ്റിയിലേക്ക് മെറ്റൽ ഉരുക്കി അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കാണും. ഇതിലേക്ക് എന്ത് ചെയ്യും നമ്മൾ? എന്നിട്ട് ഇത് ക്യാവിറ്റിയാണ്, ഇതിനകത്ത് ക്യാവിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ വുഡ് പീസ് വെച്ചിട്ട് അത് റിമൂവ് ചെയ്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ എന്ത് ചെയ്തു? ഇതിലേക്ക് മെറ്റൽ ഉരുക്കി ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് നിറയും. മെറ്റൽ ഇതിനകത്ത് വന്ന് നിറയും ഈ ക്യാവിറ്റിക്കകത്ത്. സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മണ്ണൊക്കെ നമ്മൾ സൈഡിൽ നിന്ന് മാറ്റും. സൈഡിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇത് ഒന്ന് ഫിനിഷ് ചെയ്തൊക്കെ എടുക്കും. ആ പ്രോസസ് ആണെന്ന് പറയുന്നത് കാസ്റ്റിംഗ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. പക്ഷെ ഇതിന് ഒരുപാട് കുറെ സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് കാസ്റ്റിംഗ് എന്നുള്ളത്. മെറ്റലിനെ ഉരുക്കി ലിക്വിഡ് സ്റ്റേജിലേക്ക് മാറ്റി മോൾട്ടൺ മെറ്റലാക്കി മാറ്റി ക്യാവിറ്റിയിൽ ഫില്ല് ചെയ്ത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ റിക്വയർഡ് ഷേപ്പിലുള്ള ക്യാവിറ്റിയിൽ ഫില്ല് ചെയ്തതിന് ശേഷം അത് സോൾഡിഫൈ ചെയ്ത് കഴിയുമ്പം അതിന് ചുറ്റുമുള്ള മണ്ണാണെങ്കിൽ മണ്ണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് മെറ്റീരിയൽ ആണോ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ മാത്രം എടുത്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, സോ ഒരു കാസ്റ്റിംഗ് നടക്കുന്ന യൂഷ്വലി സാൻഡ് കാസ്റ്റിംഗിനാണ് നമ്മൾ പഠിക്കുന്നത്. സോ സാൻഡ് കാസ്റ്റിംഗ് ആണെങ്കിൽ അത് ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് വേണ്ട ഒരു ഷേപ്പാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒരു ചെടിച്ചട്ടിയുടെ ഷേപ്പ് ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ? ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് പ്രൊഡക്റ്റ് വേണ്ടത്. അതിന്റെ കൂടെ അതിന്റെ സെന്ററിൽ ഒരു ഹോളും ഉണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് വേണ്ടത്. അതിന്റെ സെന്ററിൽ എന്തുണ്ട്? ഒരു ഹോളും ഉണ്ട്. സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് ഷേപ്പ്. നമ്മൾ ഇതേ ഷേപ്പിലുള്ള ഒരു വുഡൻ പീസ്, അല്ലെങ്കിൽ പറയുന്ന പേര് പാറ്റേൺ എന്നാണ്. സോ ഒരു വുഡൻ പീസ് വെച്ചിട്ട് നമ്മൾ ആ ക്യാവിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ സെന്ററിൽ ഒരു ഹോൾ വേണമല്ലോ, അല്ലെ? സെന്ററിൽ ഒരു ഹോൾ വേണം. സോ ഈ ഹോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളൊരു എക്സ്ട്രാ ഒരു സാധനം വെച്ചേക്കുന്നുണ്ടോ? അതിന്റെ പേരാണ് കോർ. സോ കോർ നമ്മൾ പഠിക്കും. സോ കോർ എന്ന് പറഞ്ഞാൽ എന്താ? സെന്ററിൽ നമുക്കിപ്പം ചിലടത്ത് ഹോളോ സ്പേസ് ഒക്കെ വേണ്ടി വരും. ഒരു സിലിണ്ടർ ഉണ്ടാക്കുന്നു, ആ സിലിണ്ടറിന് സെന്ററിൽ കൂടെ ഒരു ഹോൾ വേണം. സോ സിലിണ്ടറിന് സെന്ററിൽ കൂടെ ഹോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഈ കോർ എന്ന് പറയുന്ന സാധനം കൊണ്ട് വെക്കും. കോറും മണ്ണ് വെച്ച് തന്നെ ഉണ്ടാക്കുന്നതാണ്, കോർ സാൻഡ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഈ കോർ അവിടെ കൊണ്ടുവെക്കും. അന്നേരം എന്ത് പറ്റും? നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോഴത്തേക്ക് ആ സെന്ററിലോട്ട് ഇങ്ങോട്ട് എന്ത് വരത്തില്ല? മോൾട്ടൺ മെറ്റൽ വരത്തില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാം സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കോർ സെന്ററിലുള്ള കോർ അങ്ങ് പൊളിച്ചു കഴിഞ്ഞാൽ എന്താവും? നടുക്കൊരു ഹോൾ കിട്ടുമല്ലോ നമുക്ക്. അതാണ് അതിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ഹോൾ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാറ്റേണിനകത്ത് കൊടുത്തിട്ട് കാര്യമില്ല. പാറ്റേണിനകത്ത് കൊടുത്തിട്ട് പാറ്റേൺ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും ക്യാവിറ്റി ആവത്തേ ഉള്ളൂ. അവിടെ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഫില്ലായി പോകും. ഇവിടെ കോർ ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സെന്ററിൽ ഇവിടെ ഈ കോർ എന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നെങ്കിൽ മോൾട്ടൺ മെറ്റൽ ആണ് ഈ ബ്ലൂ കളറിൽ കാണിച്ചേക്കുന്നത്.
ഈ മോൾട്ടം മെറ്റൽ വന്നിട്ട് ഫുള്ള് നിറഞ്ഞു പോയേനെ, നമുക്ക് ആ സെന്ററിൽ ക്യാവിറ്റി കിട്ടത്തില്ല, അല്ലെങ്കിൽ സെന്ററിൽ ആ ഹോള് കിട്ടത്തില്ല. സോ ഹോള് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമ്മൾ, ഹോള് കിട്ടണമെങ്കിൽ അവിടെ മോൾട്ടം മെറ്റൽ വന്ന് വരരുത് ആ ഹോള് നിൽക്കേണ്ട പോർഷനിൽ. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോർ വെച്ചിട്ട് ആ മോൾട്ടം മെറ്റൽ വരാതിരിക്കാൻ വേണ്ടി ഇവിടെ കോർ വെച്ചു. സോ അന്നേരം അതിന്റെ ചുറ്റിലും എന്ത് വരും, മോൾട്ടം മെറ്റൽ വരും. ആ പോർഷൻ കോർ ഇരിക്കുന്ന പോർഷനിൽ മാത്രം മോൾട്ടം മെറ്റൽ വരില്ല. സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കോർ അങ്ങ് പൊളിച്ചു കഴിഞ്ഞാൽ എന്താവും, സെന്ററിൽ നമുക്കൊരു ഹോളായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ അതിനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കോർ യൂസ് ചെയ്യുന്നത്. ഹോളോ പോർഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, കോർ. മറന്നു പോകരുത്, ഹോളോ പോർഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, കോർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി ഇതിനകത്ത് രണ്ട് ബോക്സുകളുണ്ട്, ഒന്ന് കോപ്പും ഒന്ന് ഡ്രാഗും. ഓക്കെ, സോ ഫൗണ്ടറിയിൽ സാൻഡ് കാസ്റ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ബോക്സ് ആണ് കോപ്പും ഡ്രാഗും. ഓക്കെ, സോ സ്പ്ലിറ്റ് പീസ് പാറ്റേൺ, അതായത് പാറ്റേൺ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അപ്പർ പീസും ലോവർ പീസുമായിട്ട് മാറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പീസ് കോപ്പിലും ഒരു പീസ് ഡ്രാഗിലും വെക്കും. ഓക്കെ, മുകളിൽ വരുന്ന ആ ബോക്സിന് പറയുന്ന പേരാണെന്ത്, കോപ്പ് എന്ന് പറയുന്നത്. താഴെ വരുന്ന ബോക്സ് ആണ് ഡ്രാഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ രണ്ട് പീസ് കൂടെ ചേർത്തിട്ടാണ്, ഈ രണ്ട് ബോക്സ് പീസ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുന്നത്. ചില സമയത്ത് മൂന്നെണ്ണം കാണാറുണ്ട്. ഓക്കെ, നോർമലി രണ്ടെണ്ണേ കാണത്തുള്ളൂ ബോക്സ്, ഒരു അപ്പറും ലോവറും. ഈ അപ്പറിനകത്തും ലോവറിനകത്തും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ക്യാവിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ഒക്കെ. സോ അതിനുശേഷം കമ്പൈൻ ചെയ്ത് വെച്ചിട്ടാണ് മോൾട്ടം മെറ്റൽ ഒഴിക്കുന്നത്. പക്ഷെ ചില കേസിൽ, ചില സ്പെഷ്യൽ കേസസിൽ എന്ന് പറയുന്നത് നമുക്ക് മൂന്നെണ്ണം വേണ്ടി വരും ബോക്സസ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നടുക്ക് വരുന്ന ആ ബോക്സിന് പറയുന്ന പേരാണ് ചീക്ക്. എന്താണ്, CHE, ചീക്ക്. ഓക്കെ, ഓക്കെ, ചീക്ക് എന്ന് പറയും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ക്യാവിറ്റി കിട്ടി. ഇനി ഈ ക്യാവിറ്റിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, മോൾട്ടം മെറ്റലിനെ ഒഴിക്കണം അല്ലേ. സോ മോൾട്ടം മെറ്റൽ അങ്ങ് ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കുകയല്ല ചെയ്യുന്നത്. മോൾട്ടം മെറ്റൽ ഇവിടെ നിന്ന് കൊണ്ടുവന്നു. സോ മോൾട്ടം മെറ്റൽ എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തിനകത്ത് വെച്ചിട്ടായിരിക്കും മെറ്റൽ മോൾട്ടൺ ആക്കുന്നത്, അതായത് ലിക്വിഡ് സ്റ്റേജിലേക്ക് മാറ്റുന്നത്, ഫർണസിൽ വെച്ചിട്ടാണ്. ഫർണസിനകത്ത് വെച്ചിട്ടാണ് ഈ മെറ്റലിനെ ഉരുക്കി ലിക്വിഡ് സ്റ്റേജിലോട്ട് ആക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഗോൾഡൻ കളറിൽ ഒരു സാധനം ലിക്വിഡ് മെറ്റലൊക്കെ ഉരുക്കിയത് ഒഴിക്കുന്ന സംഭവം. ഓക്കെ, അറ്റ്ലീസ്റ്റ് വീഡിയോ എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതാണ് എന്ത്, നമ്മുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ മോൾട്ടം മെറ്റലാണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. മോൾട്ടം മെറ്റൽ നേരെ ഡയറക്റ്റ് ക്യാവിറ്റിയുടെ മുകളിലോട്ട് കൊണ്ട് ഒഴിക്കുകയല്ല ചെയ്യുന്നത്. എന്താ അങ്ങനെ ഒഴിക്കാത്തതിന്റെ കാരണം, ഡയറക്റ്റ് ക്യാവിറ്റിക്കകത്തോട്ട് നമ്മൾ നേരിട്ട് കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഷാർപ്പ് കോർണറൊക്കെ കണ്ടില്ലേ, ഈ നമുക്ക് വേണ്ട ഒബ്ജക്റ്റിന് കുറച്ച് ഷാർപ്പ് കോർണറൊക്കെ കാണും. അവിടെയൊക്കെ മോൾട്ടം മെറ്റൽ നേരിട്ട് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് കറക്റ്റ് എക്സാക്ട് ഷേപ്പ് കിട്ടത്തില്ല. ഇതിങ്ങനെ സ്ലോ ആയിട്ട് വന്ന് ഫില്ലാകണം. ഓക്കെ, പയ്യെ ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്നതിന്റെ കൂട്ട് ഒഴുകി വന്ന് അത് ഫില്ലായി കറക്റ്റ് ഷേപ്പ് കിട്ടണം. ഓക്കെ, അതാണ് നമ്മുടെ എയിം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് ഒഴിക്കത്തില്ല, ഒരു പാത്ത് ഉണ്ടാക്കും. ഓക്കെ, സോ ആ പാത്ത് ഒഴിക്കുന്ന ആ പാത്തിന്, ആദ്യമേ ഒഴിക്കുന്ന ആ പാത്തിന് പറയുന്ന പേരാണെന്ത്, സ്പ്രൂ. എന്താണ്, സ്പ്രൂ. സോ സ്പ്രൂ നമ്മൾ ഏതിനകത്ത് കട്ട് ചെയ്തേക്കുന്നത്, കോപ്പിനകത്ത് നമ്മൾ സ്പ്രൂ കട്ട് ചെയ്തിരിക്കും. സോ അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മോൾട്ടം മെറ്റൽ ഒഴിക്കുന്നത്. ഓക്കെ, സോ സ്പ്രൂവിൽ വന്നിരിക്കുന്നത് താഴെ റണ്ണറിലേക്ക് വരും. ഓക്കെ, സോ റണ്ണറിലേക്ക് വരും. സ്പ്രൂവിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, റണ്ണറിലേക്ക് പോകും. സോ റണ്ണറിൽ നിന്നും ഇൻഗേറ്റ്, ഗേറ്റ് സിസ്റ്റം എന്ന് പറയും, ഇൻഗേറ്റിലേക്ക് പോകും. ഈ ഇൻഗേറ്റ് ആണ് ഇതിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. സ്പീഡൊക്കെ കുറച്ച് പയ്യെ പോണം. സോ ഈ ഗേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇൻഗേറ്റിലൂടെ പാസ് ചെയ്തത് എവിടെ വരും, ക്യാവിറ്റിയിൽ വരും. ഓക്കെ, സോ എന്താണ്, സ്ക്രൂവിലൂടെ വന്ന് റണ്ണറിൽ കയറി ഗേറ്റിലൂടെ അല്ലെങ്കിൽ ഇൻഗേറ്റിലൂടെ അതിവിടെ എത്തി, ക്യാവിറ്റിയിലെത്തി. എന്തിനാണ് ഇതിനകത്തോടൊക്കെ പാസ് ചെയ്യുന്നത്, നമുക്ക് ഫ്ലോ എന്തായിരിക്കണം, ഒരു സ്റ്റഡി ആയിട്ട് വന്നിട്ട് വേണം ഇതിനകത്തോട്ട് വരാൻ. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ ഷാർപ്പ് കോർണറൊക്കെ പോകും. സോ ഗേറ്റിലൂടെ വന്ന് എന്തായി, ക്യാവിറ്റിയിൽ ഫില്ലായി. സോ ഇനി ക്യാവിറ്റിയിൽ ഫില്ലായതിനു ശേഷം ഇത് നിറഞ്ഞോന്ന് നമുക്ക് അറിയണം അല്ലെ. നിറഞ്ഞോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഈ റൈസർ എന്ന് പറയുന്ന സാധനം കണ്ടോ, ഇത് ഫില്ലായതിനു ശേഷം എക്സ്ട്രാ ഉള്ള മോൾട്ടം മെറ്റൽ എവിടെ വരും, ഈ റൈസറിനകത്തൂടെ മുകളിലേക്ക് വരും. ഓക്കെ, സോ ഇത് നിറഞ്ഞു നിൽക്കണം, ഇതിങ്ങനെ ഫില്ലായി നിൽക്കണം. നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട്, ഈ ക്യാവിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായോ എന്നറിയാം. സോ ഈ റൈസറിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ മീനിങ് എന്താ, ക്യാവിറ്റിയിൽ എല്ലായിടത്തും ഈ മോൾട്ടം മെറ്റൽ എത്തിയെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ റൈസറിന് വേറൊരു ഫംഗ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത്, ഈ മോൾട്ടം മെറ്റൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ചുരുങ്ങും. നമുക്കിപ്പം മെറ്റല് ലിക്വിഡ് ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്, പക്ഷെ തിരിച്ച് വീണ്ടും സോൾഡ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കുറച്ചൊന്ന് ചുരുങ്ങും. അന്നേരം ചുരുങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ മെറ്റൽ ഇവിടെ വേണ്ടി വരും. എവിടെ, ഈ ക്യാവിറ്റിയുടെ അടുത്ത് ചുരുങ്ങുമ്പോൾ കുറച്ച് എക്സ്ട്രാ മെറ്റൽ വേണ്ടി വരും. അത് എവിടെ നിന്ന് എടുക്കും, നമ്മുടെ റൈസറിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ എക്സ്ട്രാ കുറച്ച്, അത് ഇവിടുന്ന്
ഇങ്ങോട്ട് വന്ന് ഫില്ല് ആയിക്കോളും. ഓക്കെ, സോ ക്യാവിറ്റിയിലോട്ട് വന്ന് ഫില്ല് ആയിക്കോളും. സോ അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടെ റൈസറിനുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? 1, 2 ബോക്സുകളുണ്ട്, കോപ്പും ട്രാഗും. 3 വരുവാണെന്നുണ്ടെങ്കിൽ നടുക്ക് വരുന്നതിന് ചീക്ക് എന്ന് പറയും. നമ്മൾ മോൾട്ടൻ മെറ്റൽ ഉരുക്കി ഒഴിക്കുന്ന അതെന്തിനകത്തൂടെയൊക്കെയാണ് പാസ് ചെയ്യുന്നത്? സ്ക്രൂവിനകത്തൂടെ പാസ് ചെയ്യും. ആദ്യമേ പവറിംഗ് ബേസിനിലാണ് വരുന്നത്. ഓക്കെ, പവറിംഗ് ബേസിനകത്ത് നിന്ന് സ്ക്രൂവിലേക്ക് പോകും, റണ്ണറിലേക്കും ഗേറ്റ് വഴി ക്യാവിറ്റിയിലേക്കും. ഓക്കെ, സോ ഏതാണോ നമുക്ക് വേണ്ട ആ ക്യാവിറ്റിയിലേക്ക് പോവുകയും ചെയ്യും. അതിനുശേഷം ഫില്ലായതിനു ശേഷം ആ ക്യാവിറ്റി ഫില്ലായതിനു ശേഷം എങ്ങോട്ട് വരും? റൈസറിലേക്ക് വരും. ഓക്കെ, സോ പിന്നെ പഠിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹോളോ പോർഷൻസ്. ഓക്കെ, ഒരു കാസ്റ്റിംഗിൽ ഹോളോ പോർഷൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? കോറ്. ഓക്കെ, കോർ എന്ന് പറയുന്നത് എപ്പോഴും സർക്കുലർ ആയിരിക്കണം എന്നില്ല. നമുക്ക് വേണ്ട ഷേപ്പ് ആ ഹോൾ എന്ന് പറയുന്നത് സർക്കുലർ ഹോൾ ആണെങ്കിൽ സർക്കുലർ കോർ യൂസ് ചെയ്യും. നമുക്കൊരു സ്ക്വയർ ഹോൾ ആണ് വേണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള കോർ മേക്ക് ചെയ്തിട്ട് അവിടെ വെക്കേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാസ്റ്റിംഗിന്റെ. ഓക്കെ, ഇതിനകത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇൻ ബിറ്റ്വീൻ മിഡിൽ വരുന്ന ബോക്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ വരുന്ന 3 ഉണ്ടെങ്കിൽ സെൻട്രൽ വരുന്ന ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പർ ബോക്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ റൈസറിന്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഷ്രിങ്കേജ് വരുമ്പോൾ, അതായത് സോൾഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് റൈസറിൽ നിന്ന് ലിക്വിഡ് അങ്ങോട്ട് പോയി അതിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ബേസിക് കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് മോൾഡിംഗ് സാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. സോ മോൾഡിംഗ് സാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ഈ മോൾഡിംഗ് സാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് പല സാൻഡ് യൂസ് ചെയ്യാറുണ്ട്. ഒന്നാമത്തതാണ് ഗ്രീൻ സാൻഡ്. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? ഗ്രീൻ സാൻഡ്. ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത് ഗ്രീൻ കളറിൽ ഇരിക്കുന്ന സാൻഡ് അല്ല കേട്ടോ. മോയിസ്ചർ കണ്ടന്റ് ഉള്ള സാൻഡിനെ നമ്മൾ ഗ്രീൻ സാൻഡ് എന്നും മോയിസ്ചർ കണ്ടന്റ് ഇല്ലാത്തതിനെ നമ്മൾ ഡ്രൈ സാൻഡ് എന്നും പറയും. ഓക്കെ, സോ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഓർക്കാം. ഇനി ആ കണ്ടന്റ് എത്ര ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. മെയിൻ ആയിട്ട് നമ്മുടെ മോൾഡിങ്ങിന് യൂസ് ചെയ്യുന്ന സാൻഡിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സിലിക്ക. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. മെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് സാൻഡ്, മോൾഡിംഗ് സാൻഡ് എന്താണെന്ന്? സിലിക്കയാണ് മെയിൻ ആയിട്ട് വരുന്നത്. സിലിക്കയുടെ കൂടെ ഒരു 18 to 30% ക്ലേയും ഒരു 6 to 8% വാട്ടറും കൂടെ ചേരുന്നതാണ്. അതായത് മോയിസ്ചറും കൂടെ വാട്ടറും കൂടെ ചേരുന്നതാണ് ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് മെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട്? എന്തായാലും സാൻഡിനകത്ത് എന്താ? സിലിക്കയാണ്. സിലിക്കയാണ് സാൻഡ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ എന്തുണ്ട്? ക്ലേ. 18 to 30% ക്ലേ. എന്തിനാണ് ഈ ക്ലേ? കാരണം ഇതൊന്ന് സ്റ്റിക്കി ആയിട്ടിരിക്കണം അല്ലെ. ഒരു തമ്മിൽ എന്ത് വേണം? ഒരു ബോണ്ട് വേണം. അതിങ്ങനെ എല്ലാം കൂടെ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലേ വരുന്നത്. സോ 18 to 30% എന്നുണ്ട് ക്ലേ ഉണ്ട്, ഒരു 6 to 8% വാട്ടർ കണ്ടന്റും ഉണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഗ്രീൻ സാൻഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫെറസ് മെറ്റൽസിനും നോൺ ഫെറസ് മെറ്റൽസിനും കാസ്റ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അടുത്താണ് ഡ്രൈ സാൻഡ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡ്രൈ സാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ സാൻഡിന് നമ്മൾ ഓവനിൽ ഇട്ട് വല്ലതും ചൂടാക്കുവാണെങ്കിൽ ആ വാട്ടർ കണ്ടന്റ് അങ്ങ് വേപ്പറായി പോകുമല്ലോ അല്ലെ. ചൂടാക്കി കഴിഞ്ഞാൽ ഉള്ള 6 to 8% എന്ത് ചെയ്യും? മിക്കതും അങ്ങ് വേപ്പറായി പോയിക്കുള്ളൂ. അന്നേരം എന്താവും? അത് ഡ്രൈ ആവത്തില്ലേ? വാട്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായി? ഡ്രൈ ആയി അല്ലെ. സോ ഗ്രീൻ സാൻഡ് ദാറ്റ് ഹാസ് ബീൻ ഡ്രൈഡ് ഓർ ബേക്ക്ഡ് ഇൻ സ്യൂട്ടബിൾ ഓവൻ. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്? ഡ്രൈ സാൻഡ് എന്ന് പറയുന്നത്. ഡ്രൈ സാൻഡിന് ഗ്രീൻ സാൻഡിനെ അപേക്ഷിച്ച് തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. എന്ത് കൂടുതലായിരിക്കും? തെർമൽ സ്റ്റെബിലിറ്റി ഡ്രൈ സാൻഡിന് ഗ്രീൻ സാൻഡിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഓർത്തിരിക്കാലോ. അടുത്ത ടൈപ്പ് ഓഫ് സാൻഡ് ആണ്, അടുത്ത ടൈപ്പ് ഓഫ് മോൾഡിംഗ് സാൻഡ് ആണ് ലോം സാൻഡ്. അടുത്ത എന്താണ്? ലോം സാൻഡ്. ലോം സാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേ കണ്ടന്റ് കൂടുതലുള്ള സാൻഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോം സാൻഡ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ നോർമലി എത്ര ആയിരുന്നു? 18 to 30% ആയിരുന്നു ക്ലേ ഉള്ളത്. ഇവിടെ പക്ഷേ മിക്സ്ചർ ഓഫ് സിലിക്ക വിത്ത് 30 to 50% ക്ലേ. ഓക്കെ, നോർമലി എക്സാമിനൊക്കെ ചിലപ്പോൾ ഈ 50% ആയിരിക്കും ചോദിക്കുന്നത്. സോ നോർമൽ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 30 to 50% ക്ലേയും 18% വാട്ടറും ഉള്ള സാൻഡിനാണ് എന്ന് പറയുന്നത് ലോം സാൻഡ് എന്ന് പറയുന്നത്. ഇതൊരു പേസ്റ്റ് പോലൊക്കെ വരും. ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കും വരുന്നത്. കാരണം 50% ക്ലേയും 18% വെള്ളമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താവും? നമ്മുടെ കളിമണ്ണിലെ അതുപോലെ വരും. ഈ കലമൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യത്തില്ലേ, കലവും കുടമൊക്കെ ഉണ്ടാക്കാനായിട്ട്, അതുപോലത്തെ ഒരു സാൻഡ് ആയിരിക്കും ഈ ലോം സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഫോർ ലാർജ് ഗ്രേ അയൺ കാസ്റ്റിംഗ്, വലിയ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അതും പ്രത്യേകിച്ച് ഗ്രേ അയണിന്റെ ഗ്രേ അയൺ കാസ്റ്റിങ്ങിനൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ലോം സാൻഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഒന്നാണ് ഫേസിംഗ് സാൻഡ്. ഓക്കെ, അടുത്താണ് ഫേസിംഗ് സാൻഡ്. സോ ഈ ഫേസിംഗ് സാൻഡ് എന്ന് പറയുന്നത് നോർമൽ കാസ്റ്റിങ്ങിൽ തന്നെ
ഒരു പർട്ടിക്കുലർ ഏരിയയിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫേസിങ് സാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ പാറ്റേൺ വെക്കുമെന്ന് പറഞ്ഞില്ലേ, പാറ്റേൺ വെച്ചിട്ടാണ് അവിടെ ആ ക്യാവിറ്റി ഉണ്ടാക്കുന്നതെന്ന്. സോ ഈ പാറ്റേൺ വെക്കുന്നതിന് മുമ്പായിട്ട് ആ പാറ്റേൺ വെക്കുന്ന സ്ഥലത്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ പാറ്റേൺ റിമൂവ് ചെയ്തിട്ട് ഇട്ടാലും മതി. സോ അവിടെ ഇടുന്ന സാൻഡാണ് ആ ക്യാവിറ്റിയുടെ ആ പോർഷനിൽ ഇടുന്ന സാൻഡാണ് എന്ത്, ഫേസിങ് സാൻഡ് എന്ന് പറയുന്നത്. സാൻഡ് വിച്ച് കവേഴ്സ് ദ പാറ്റേൺ ഓൾ അറൌണ്ട് ഇറ്റ്. ഓക്കെ, പാറ്റേണിന്റെ ചുറ്റും വരുന്ന സാൻഡാണ് ഫേസിങ് സാൻഡ്. എന്തിനാണ് അങ്ങനെ ഒരു സെപ്പറേറ്റ് സാൻഡ് കൊടുക്കുന്നത്? ഓൾറെഡി അവിടെ സാൻഡ് തന്നെയാണല്ലോ പാറ്റേണിന്റെ ചുറ്റും, പിന്നെ വേറൊരു സാൻഡ് എക്സ്ട്രാ കൊടുക്കുന്നത് എന്തിനാണെന്ന് അറിയോ? കാരണം നമ്മൾ മോൾട്ടൺ മെറ്റൽ ഉരുക്കി ഒഴിക്കാൻ പോകുന്നത് ആ പോർഷനിലോട്ടാണ് അല്ലേ. മെറ്റൽ നമ്മൾ ഉരുക്കി മോൾട്ടൺ സ്റ്റേജിലാക്കിയിട്ട് ഒഴിക്കാൻ പോകുന്നത് അങ്ങോട്ടാണ്. വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ. സോ ഇത്രയും ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് ഉള്ള സാൻഡ് ആയിരിക്കണം ഈ ക്യാവിറ്റിയുടെ അടുത്ത് വരുന്നത്. ക്യാവിറ്റിയുടെ അടുത്തായിരിക്കും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ വരുന്നത്. കാരണം ഡയറക്റ്റ് ക്യാവിറ്റിയിലോട്ടാണ് വരുന്നത് മോൾട്ടൺ മെറ്റൽ ഒഴുകി നമ്മുടെ റണ്ണറിനകത്തൂടെയും ഗേറ്റിനകത്തൂടെയൊക്കെ വന്നിട്ട് ക്യാവിറ്റിക്കകത്താണ് ഫില്ലാവുന്നത്. സോ അവിടെ നമ്മൾ നോർമൽ സാൻഡ് യൂസ് ചെയ്തിരുന്നാൽ, നോർമൽ ഗ്രീൻ സാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റിയും അതിന്റെ റിഫ്രാക്റ്റീവ്നെസ്സും ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ആ സാൻഡ് ബേൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ. സോ ഹൈ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു സാൻഡ് ആയിരിക്കണം ആ ക്യാവിറ്റിക്ക് ചുറ്റും കൂടേണ്ടത്. അതുകൊണ്ടാണ് പാറ്റേണിന് ചുറ്റും നമ്മൾ ഫേസിങ് സാൻഡ് എന്ന് പറയുന്ന സാൻഡ് ഇടുന്നത്. ഇതിനെന്താണ് റിഫ്രാക്റ്റീവ്നെസ് വളരെ കൂടുതൽ. റിഫ്രാക്റ്റീവ്നെസ് ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? റിഫ്രാക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ, റിഫ്രാക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ആവാതെ നിൽക്കാനുള്ള എബിലിറ്റിയെ പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ്നെസ്. ഓക്കെ, വളരെ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് നോർമൽ സാൻഡ് പാർട്ടിക്കിൾ എന്താവും, കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ കത്തിപ്പോവാതിരിക്കാനുള്ള എബിലിറ്റിക്ക് പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് ഈ ഫേസിങ് സാൻഡിന് അന്നേരം എന്തായിരിക്കും, ഹൈ സ്ട്രെങ്തും റിഫ്രാക്റ്റീവ്നെസ്സും ഉള്ളതായിരിക്കും. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ഗ്രാഫൈറ്റ്, മൊളാസസ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട് ഈ ഫേസിങ് സാൻഡിന്റെ കൂടെ, അതിന് ആ സ്ട്രെങ്തും റിഫ്രാക്റ്റീവ്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ആഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഒക്കെ ഓർത്തിരിക്കുക, ഗ്രാഫൈറ്റ്, മൊളാസസ്. ഓക്കെ, എന്തിനകത്താണ്? ഫേസിങ് സാൻഡിനകത്ത്. ഫേസിങ് സാൻഡ് എവിടെ വരുന്നത്? പാറ്റേണിന് ചുറ്റും ആ മോൾട്ടൺ മെറ്റൽ ഉരുക്കി ഒഴിക്കുന്ന പോർഷനിൽ, അല്ലെങ്കിൽ ക്യാവിറ്റിക്കകത്ത്, അവിടെ ആണ് എന്ത് വരുന്നത്, ഫേസിങ് സാൻഡ് വരുന്നത്. ഓക്കെ, അടുത്തതാണ് പാർട്ടിങ് സാൻഡ്. ഓക്കെ, അടുത്ത എന്താണ്? പാർട്ടിങ് സാൻഡ്. എന്താണ് പാർട്ടിങ് സാൻഡ് എന്ന് നോക്കാം. ദിസ് സാൻഡ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് മേക്കിംഗ് ഓഫ് ദ മോൾഡ് ടു എൻഷുർ ദ കോപ്പ് ആൻഡ് ഡ്രാഗ് പാർട്സ് ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ കാസ്റ്റിംഗ് ഉണ്ടാക്കുന്നത്. ഒന്ന് കോപ്പ് എന്ന് പറയുന്ന ഒരു ബോക്സും ഒന്ന് ഡ്രാഗ് എന്ന് പറയുന്ന ബോക്സും. സോ ഈ രണ്ട് ബോക്സ് കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കാസ്റ്റിംഗ് ആവുന്നത് അല്ലേ. സോ ഈ കോപ്പും ഡ്രാഗും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം, കാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. സോ ഈ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ രണ്ട് ബോക്സിലും മോൾഡിംഗ് സാൻഡ് ഉണ്ട്. കോപ്പിനകത്തും മോൾഡിംഗ് സാൻഡ് ഉണ്ട്, ഡ്രാഗിനകത്തും മോൾഡിംഗ് സാൻഡ് ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ സ്റ്റിക്കായി പോകരുത്. സ്റ്റിക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റത്തില്ല കോപ്പും ഡ്രാഗും. സോ അങ്ങനെ സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ സ്റ്റിക്ക് ആവരുത്. സോ അങ്ങനെ കോപ്പും ഡ്രാഗും കൂടെ സ്റ്റിക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സർഫസിൽ, കോപ്പിന്റെ സർഫസിലും ഡ്രാഗിന്റെ സർഫസിലും ഇടുന്ന സാൻഡ് ആണ് എന്ത്, പാർട്ടിങ് സാൻഡ്. ഇനി ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. ദിസ് സാൻഡ് ഈസ് യൂസ്ഡ് ഡ്യൂറിങ് മേക്കിംഗ് ഓഫ് ദ മോൾഡ് ടു എൻഷുർ ദാറ്റ് ദ കോപ്പ് ആൻഡ് ഡ്രാഗ് പാർട്സ് ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ്. കോപ്പും ഡ്രാഗും മോൾഡ് ഉണ്ടാക്കിയതിന് ശേഷം സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനിടയ്ക്കിടേണ്ട സാൻഡ് ആണ് എന്ത്, പാർട്ടിങ് സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ മോൾഡിന് ചെറിയ ബ്രേക്കേജ് ഉണ്ടായാൽ തന്നെ എന്ത് പറ്റും, ക്യാവിറ്റിക്ക് പ്രശ്നമാവും. ക്യാവിറ്റിയിൽ പ്രശ്നമായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷേപ്പിലുള്ള കാസ്റ്റിംഗ് കിട്ടത്തില്ല. ഓക്കെ, സോ പാർട്ടിങ് സാൻഡ് എന്താണ് ശരിക്കും നോക്കാം. പാർട്ടിങ് സാൻഡ് കൺസിസ്റ്റ് ഓഫ്, പാർട്ടിങ് സാൻഡ് കൺസിസ്റ്റ് ഓഫ് ക്ലേ ഫ്രീ ഡ്രൈഡ് സിലിക്ക, ക്ലേ ഇല്ലാത്ത ഡ്രൈഡ് സിലിക്ക സാൻഡ്, സീ സാൻഡ് ആൻഡ് ബേൺ സാൻഡ് വിത്ത് സം പാർട്ടിങ് കോമ്പൗണ്ട്സ്. ഓക്കെ, സോ ഫ്രീ ഡ്രൈഡ് സിലിക്ക സാൻഡ്, സീ സാൻഡ് ഓർ ബേൺ സാൻഡ് വിത്ത് സം പാർട്ടിങ് കോമ്പൗണ്ട്സ്. ഓക്കെ, സം പാർട്ടിങ് കോമ്പൗണ്ട്സ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഈ സാൻഡുകളാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, പാർട്ടിങ് സാൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല തരി പോലത്തെ സാൻഡ് ആയിരിക്കും, എങ്കിൽ മാത്രമേ നമുക്ക് അതിനിടയ്ക്ക് അത് സ്റ്റിക്ക് ആയിട്ടിരിക്കാതെ, അല്ലെങ്കിൽ രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. ഓക്കെ, നമ്മൾ ക്ലേ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, അത് വീണ്ടും സ്റ്റിക്കി ആവത്തേ ഉള്ളൂ. അതുകൊണ്ട് ക്ലേ ഒന്നും ഇല്ലാത്ത നല്ല തരി പോലത്തെ കടപ്പുറത്തെ മണ്ണൊക്കെ ഇല്ലേ, അതുപോലത്തെ മണ്ണാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പാർട്ടിങ് സാൻഡ് ആയിട്ട് ഇടുന്നത്. ഓക്കെ, ഈ പാർട്ടിങ് കോമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാർട്ടിങ് കോമ്പൗണ്ട്സ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ പാർട്ടിങ് സാൻഡിൽ, അതെന്തൊക്കെയാണ്? ചാർക്കോള്, ഗ്രൗണ്ട് ബോൺ, ലൈം സ്റ്റോണ്, ഗ്രൗണ്ട് നട്ട് ഷെല്ല്, ടാൽക്ക്, കാൽസ്യം ഫോസ്ഫേറ്റ്,
ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന പാർട്ടിംഗ് കോമ്പൗണ്ട്സ്. ആ പേരൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക, അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നാലും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, പാർട്ടിംഗ് കോമ്പൗണ്ട്സിന് എന്തൊക്കെയാണെന്ന്. പാർട്ടിംഗ് സാൻഡിനകത്ത് ആഡ് ചെയ്യുന്ന പാർട്ടിംഗ് കോമ്പൗണ്ട്സ് ചാർക്കോള്, ഗ്രൗണ്ട് ബോണ്, ലൈംസ്റ്റോണ്, ഗ്രൗണ്ട് നട്ട് ഷെൽസ്, ടാൽക്ക്, കാൽസ്യം ഫോസ്ഫേറ്റ്. ഇതൊക്കെയാണ് നമ്മൾ മോൾഡിംഗ് സാൻഡിനകത്ത് യൂസ് ചെയ്യുന്ന പാർട്ടിംഗ് സാൻഡിനകത്ത് യൂസ് ചെയ്യുന്ന പാർട്ടിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്താണ് കോർ സാൻഡ്. കോർ സാൻഡ് പേരിനകത്ത് തന്നെ ഉണ്ട്. കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാൻഡാണ് കോർ സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, കോർ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. ഹോളോ പോർഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോൾഡിങ്ങിൽ അല്ലെങ്കിൽ കാസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, കോർ എന്ന് പറയുന്നത് അല്ലെ. ഈ കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് സാൻഡ് യൂസ് ചെയ്യണം. സാധാരണ മോൾഡിനകത്ത് യൂസ് ചെയ്യുന്ന ഗ്രീൻ സാൻഡ് വെച്ചിട്ടല്ല കോർ ഉണ്ടാക്കുന്നത്. കോറിന് സെപ്പറേറ്റ് വേണം. കാരണം എന്താണ്, കോറ് ഡയറക്റ്റ് ആയിട്ട് മോൾട്ടൺ മെറ്റലുമായിട്ട് കോണ്ടാക്ട് വരുന്നതാണ് അല്ലെ. കോറിന് ചുറ്റുമാണ് മോൾട്ടൺ മെറ്റൽ വരുന്നത്. ആ കോർ ഇരിക്കുന്ന പോർഷൻ ഒഴിച്ച് ബാക്കി അതിന്റെ ചുറ്റും എന്ത് വരും, മോൾട്ടൺ മെറ്റൽ വരും. അതുകൊണ്ട് തന്നെ ഈ മോൾട്ടൺ മെറ്റലിന്റെ ടെമ്പറേച്ചറിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അതേസമയം തന്നെ ഇത് സ്റ്റിക്കി ആയിട്ട് ഇരിക്കുകയും വേണം അല്ലെ, ഒരു സോൾഡ് പോലെ അവിടെ ഇരിക്കുകയും വേണം. സോ ഇത് കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സിലിക്ക സാൻഡ് മിക്സ്ഡ് വിത്ത് ഓയിൽ. എന്താണ് സിലിക്ക സാൻഡ് മിക്സ്ഡ് വിത്ത് ഓയിൽ such as core oil which is composed of linseed oil, resin, light mineral oil and other binding materials. എന്തൊക്കെ ചേർന്നിട്ടാണ് ഈ ഓയിൽ എന്ന് പറയുന്നത്? സിലിക്ക സാൻഡ് മിക്സ്ഡ് വിത്ത് ഓയിൽ ആണ് എന്ത്, കോർ സാൻഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഓയിൽ എന്ന് പറയുന്നത് എന്താ, such as core oil which composed of linseed oil. So linseed oil എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഓയിൽ ആണ്. linseed oil, resin, light mineral oil ആൻഡ് അതർ ബൈൻഡിങ് മെറ്റീരിയൽ. കുറച്ച് ബൈൻഡിങ് മെറ്റീരിയലും ബാക്കി പറഞ്ഞ മിനറൽ ഓയിലും റെസിനും ലിൻസീഡ് ഓയിലും ഒക്കെ ചേർത്തിട്ടാണ് നമ്മുടെ ഈ കോർ ഓയിൽ ഉണ്ടാക്കുന്നത്. സോ ജനറൽ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, സിലിക്ക സാൻഡും ഓയിലൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, കോർ സാൻഡ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് താഴെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അപ്പൊ മോൾഡിംഗ് സാൻഡ് ഏതൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മോൾഡിംഗ് സാൻഡ് ആണ്. മോൾഡിംഗ് സാൻഡിന് വേണ്ട നല്ല പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒരു നല്ല മോൾഡിംഗ് സാൻഡ് എങ്ങനെ ആയിരിക്കണം? ഒന്നാമത്താണ് റിഫ്രാക്റ്റീവ്നെസ്. നല്ല റിഫ്രാക്റ്റീവ്നെസ് വേണം. ഓൾറെഡി പറഞ്ഞതാണ് എന്താണ്, നല്ല ഹൈ ടെമ്പറേച്ചർ ഉള്ള മോൾട്ടൺ മെറ്റൽ ആണ് ക്യാവിറ്റിക്കകത്തോട്ട് ഒഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും. ഈ ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് എന്തിന് വേണം, നമ്മുടെ മോൾഡിംഗ് സാൻഡിന് വേണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ചൂട് കാരണം അതിന്റെ മോൾഡിംഗ് സാൻഡ് ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ കത്തിപ്പോവുകയോ ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാവിറ്റി ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അത് നമ്മുടെ കാസ്റ്റിങ്ങിനെ ബാധിക്കുകയും ചെയ്യും. സോ റിഫ്രാക്റ്റീവ്നെസ് നല്ലതുപോലെ എന്തിനു വേണം, മോൾഡിംഗ് സാൻഡിന് വേണം. എന്താണ് റിഫ്രാക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ്. രണ്ടാമത്തതാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മോൾഡിംഗ് സാൻഡിനകത്തേക്ക് അല്ലെങ്കിൽ ഈ ക്യാവിറ്റിക്കകത്തേക്ക് മോൾട്ടൺ മെറ്റൽ ഉരുക്കി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറെ എയർ ബബിൾസും കുറച്ച് ഗ്യാസും ഒക്കെ, സോ ആ മോൾട്ടൺ മെറ്റലിനകത്ത് നിന്ന് വരുന്ന കുറച്ച് ഗ്യാസും ഒക്കെ എസ്കേപ്പ് ആവണം. ആ മോൾഡിംഗ് സാൻഡിനകത്തു നിന്ന് എസ്കേപ്പ് ആയി പുറത്തെത്തണം. അല്ലെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം, എസ്കേപ്പ് ആയില്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്യാഷ്യസ് മൂളി അല്ലെങ്കിൽ ഈ എയർ ബബിൾസ് എന്ന് പറയുന്നത് കാസ്റ്റിങ്ങിനകത്ത് തന്നെ എൻട്രാപ്പ് ആയി പോകും. ഓക്കെ, സോ ചില പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾ മെറ്റൽ പ്രൊഡക്ട്സ് ഒക്കെ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാം മുകളിൽ ഇങ്ങനെ പൊള്ളിയതിന്റെ കൂട്ടിരിക്കുന്നത്. ഓക്കെ, സോ പൊള്ളി കുടുന്നിരിക്കത്തില്ലേ, അതുപോലെ നിൽക്കുന്ന കാണാം നിങ്ങൾക്ക്. അതിന്റെ റീസൺ എന്താണ്, ഈ അകത്തുള്ള എയർ ബബിൾസ് അതിനകത്ത് ട്രാപ്പ് ആയി പോകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഗേഷ്യസ് ആയിട്ടുള്ള മോയിസ്ചർ അതിനകത്ത് ട്രാപ്പ് ആയി പോകുന്നത് കൊണ്ടാണ് അവിടെ നമുക്ക് അങ്ങനെ പൊള്ളിയതിന്റെ കൂട്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണം, ഈ എയർ ബബിൾസും ഗേഷ്യസ് മോളിക്യൂൾസും എല്ലാം അവിടുന്ന് എസ്കേപ്പ് ആയി പോകണം. ഓക്കെ, അന്നേരം നല്ല ഗ്യാപ്പ് വേണം നമ്മുടെ ഈ സാൻഡ് മോളിക്യൂൾസ് തമ്മിൽ. സാൻഡ് മോളിക്യൂൾസ് തമ്മിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ എയർ ഒക്കെ എവിടേക്കൂടെ എസ്കേപ്പ് ആയി പുറത്ത് പോയിക്കോളും. സോ അതിനെയാണ് എന്ത് പറയുന്നത്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അലൗ ടു എസ്കേപ്പ് ഓഫ് എനി എയർ ഓർ ഗേഷ്യസ് മോയിസ്ചർ പ്രസന്റ് ഓർ ജനറേറ്റഡ് ഇൻ ദ മോൾഡ് വെൻ ദ മോൾട്ടൺ മെറ്റൽ ഈസ് പവർഡ് ഇൻ ലിക്വിഡ്. അതിനകത്ത് മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസ് എസ്കേപ്പ് ആവാനുള്ള കഴിവിനാണ് എന്ത് പറയുന്നത്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തതാണ് കോഴ്സീവ്നെസ്. എന്താണ് കോഴ്സീവ്നെസ്? കോഴ്സീവ്നെസ് എന്ന് പറയുന്നത് സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ട് ചെയ്തിരിക്കാനുള്ള കഴിവ്. അത് തമ്മിൽ എന്തിരിക്കണം, ഒട്ടിപ്പിടിച്ചിരിക്കണം. ഒട്ടിപ്പിടിച്ചിരുന്നാലേ നമുക്ക് എന്തായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള മോൾഡ് കിട്ടത്തുള്ളൂ. എങ്കിലേ നമുക്ക് നല്ല ക്യാവിറ്റിയിൽ നല്ല ഫിനിഷിൽ മോൾട്ടൺ മെറ്റൽ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്റ്റീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോഴ്സീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ അടുത്തതാണ് ഗ്രീൻ സ്ട്രെങ്ത്. അടുത്ത പ്രോപ്പർട്ടിയാണ് ഗ്രീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഗ്രീൻ സ്ട്രെങ്ത് എന്താണ്? ദ ഗ്രീൻ സാൻഡ് ആഫ്റ്റർ വാട്ടർ ഹാസ് ബീൻ മിക്സ്ഡ് ഇൻ ടു ഇറ്റ് മസ്റ്റ് ഹാവ് സഫിഷ്യന്റ് സ്ട്രെങ്ത് ആൻഡ് ടഫ്നെസ്. നമ്മൾ മോയ്സ്ചർ ഇതിനകത്തേക്ക് സാൻഡിനകത്തേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിയുമ്പം ആ സാൻഡിന് ഇനഫ് സ്ട്രെങ്തും ഇനഫ് ടഫ്നെസ്സും ഉണ്ടായിരിക്കണം. എന്തിന്? നമുക്ക് ആ മോൾഡിങ് ഉണ്ടാക്കാനുള്ള സ്ട്രെങ്തും ടഫ്നെസ്സും അതിനുണ്ടായിരിക്കണം. ആ സ്ട്രെങ്തും ടഫ്നെസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അതിന്റെ ഗ്രീൻ സ്ട്രെങ്ത് നല്ലതാണെന്ന്. എങ്ങനെയാണ്? മോയ്സ്ചർ ആഡ് ചെയ്തിട്ടാണ്, വാട്ടർ ആഡ് ചെയ്തതിന് ശേഷമുള്ള സ്ട്രെങ്തിനും ടഫ്നെസ്സിനുമാണ് എന്ത് പറയുന്നത്? ഗ്രീൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഡ്രൈ സ്ട്രെങ്ത്. അപ്പൊ എന്തായിരിക്കും ഡ്രൈ സ്ട്രെങ്ത്? മോൾട്ടൺ മെറ്റൽ ഉരുക്കി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ എന്ത് ചെയ്യും? നമ്മുടെ ഗ്രീൻ സാൻഡിനകത്തായിരുന്നു ഉണ്ടായിരുന്ന മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ എസ്കേപ്പ് ആയി പോകും, അല്ലെങ്കിൽ ഇവാപറേറ്റ് ചെയ്ത് പോകും. കാരണം അത്രയും ടെമ്പറേച്ചർ ആണ്, 100 ഡിഗ്രി സെൽഷ്യസിൽ അത് വേപ്പറായി പോകും. അന്നേരം എന്ത് പറ്റും? പിന്നെ ബാക്കിയുള്ളത് എന്താണ്? ഡ്രൈ സാൻഡ് ആണല്ലോ. സോ ഈ ഡ്രൈ സാൻഡിനുള്ള സ്ട്രെങ്ത് ആണ് എന്ത് പറയുന്നത്? ഡ്രൈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ മോൾട്ടൺ മെറ്റൽ ഉരുക്കി ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് ഇനഫ് സ്ട്രെങ്തും ടഫ്നെസ്സും ഒക്കെ വേണം. സോ ആ സ്ട്രെങ്തിനെയാണ് എന്ത് പറയുന്നത്? ഡ്രൈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഫ്ലോവബിലിറ്റി. ഫ്ലോവബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മോൾഡിംഗ് സാൻഡ് കോപ്പിനകത്തോട്ടും ഡ്രാഗിനകത്തോട്ടും ഒക്കെ ഇട്ടിട്ട് എല്ലാ പോർഷനിലും എത്താൻ വേണ്ടിയിട്ട് റാം ചെയ്യും. ഒരു റാമർ വെച്ചിട്ടോ അത് ഇങ്ങനെ എല്ലാ കോർണറിലേക്കും റാം ചെയ്യും. സോ ഈ എല്ലാ കോർണറിലേക്കും റാം ചെയ്യുമ്പം എല്ലാ കുഞ്ഞു കുഞ്ഞു കോർണറുകളിലും ഈ സാൻഡ്, മോൾഡിംഗ് സാൻഡ് എത്തിച്ചേരണം. ഒരു ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട്, ഒരു ഫ്ലൂയിഡ് എങ്ങനെയാണോ എല്ലാ കോർണറിലും എത്തുന്നത്, അതുപോലെ ഈ മോൾഡിംഗ് സാൻഡ് എല്ലാ കോർണറിലും മുക്കും മൂലയിലും എത്തണം. ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് എന്ത്? ഫ്ലോവബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ദ സാൻഡ് ടു ഗെറ്റ് കോമ്പാക്റ്റഡ് ആൻഡ് ബിഹേവ് ലൈക്ക് എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡ് പോലെ ബിഹേവ് ചെയ്യാനുള്ള എബിലിറ്റി ആണ് എന്ത് പറയുന്നത്? ഫ്ലോവബിലിറ്റി എന്ന് പറയുന്നത്. എങ്കിലേ നമുക്ക് ഇത് എല്ലാ പോർഷനിലും എത്തത്തുള്ളൂ. അല്ലെങ്കിൽ ചില പോർഷനിലൊന്നും മോൾഡിംഗ് സാൻഡ് കറക്റ്റ് ആയിട്ട് എത്തത്തില്ല, നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു ഗ്യാപ്പ് ആയിപ്പോ, അതൊരു ഗ്യാപ്പ് വരും. അടുത്തതാണ് എന്ത്? അഡ്ഹസീവ്നെസ്. നേരത്തെ നമ്മൾ കോസീനസ് പഠിച്ചില്ലേ, അതുപോലെ ഒരെണ്ണമാണ് അഡ്ഹസീവ്നെസ്. കോസീനസ് എന്ന് പറഞ്ഞാൽ സാൻഡ് പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻ ആയിരുന്നു കോസീവ്നെസ് എന്ന് പറയുന്നത്. ഇനി മോൾഡിംഗ് സാൻഡും നമ്മുടെ അതർ മെറ്റീരിയലും, അതർ മെറ്റീരിയൽ എന്ന് പറയുന്ന മോൾഡിംഗ് ബോക്സ് ഉണ്ടല്ലോ, കോപ്പ് ആൻഡ് ഡ്രാഗ്. സോ മോൾഡിംഗ് സാൻഡും കോപ്പ് ആൻഡ് ഡ്രാഗിന്റെ മെറ്റീരിയലും തമ്മിലുള്ള അട്രാക്ഷൻ, ആ അട്രാക്ഷനും വേണം, എങ്കിലേ അത് അവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കത്തുള്ളൂ. മോൾഡിംഗ് ബോക്സിനകത്താണല്ലോ നമ്മൾ ഈ മോൾഡിംഗ് സാൻഡ് ഇട്ടിട്ട് റാം ചെയ്ത് ഇത് ശരിയാക്കുന്നത്. സോ ഈ മോൾഡിംഗ് ബോക്സിനകത്ത് സാൻഡ് പാർട്ടിക്കിൾസ് മോൾഡിംഗ് ബോക്സുമായിട്ട് ചേർന്നിരിക്കണമെങ്കിൽ അത് തമ്മിലൊരു അട്രാക്ഷൻ വേണം. ആ അട്രാക്ഷനെയാണ് എന്ത് പറയുന്നത്? അഡ്ഹസീവ്നെസ്. കോസീനസും അഡ്ഹസീവ്നെസും മാറിപ്പോരുത്. കോസീനസ് എന്ന് പറഞ്ഞാൽ സാൻഡ് പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻ ആണ്, അത് തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. അഡ്ഹസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻഡ് പാർട്ടിക്കിളും മോൾഡിംഗ് ബോക്സിന്റെ അല്ലെങ്കിൽ ഒരു ഫോറിൻ മെറ്റീരിയൽ ആയിട്ടുള്ള അട്രാക്ഷൻ ആണ് എന്ത് പറയുന്നത്? മോൾഡിംഗ് സാൻഡും ഫോറിൻ മെറ്റീരിയൽ ആയിട്ടുള്ള അട്രാക്ഷൻ ആണ് അഡ്ഹസീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് കൊളാപ്സബിലിറ്റി. കൊളാപ്സബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞു. സോ മോൾട്ടൺ മെറ്റൽ ഒഴിച്ച് സോൾഡിഫൈ ചെയ്തു. സോൾഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പുറത്തെടുക്കണമല്ലോ. സോ ഇത് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്തിട്ടാണ്, ഈ ഡ്രൈ സാൻഡ് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കാസ്റ്റിംഗ് പുറത്തെടുക്കുന്നത്, സോൾഡിഫൈ ചെയ്ത് കാസ്റ്റിംഗ് പുറത്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ച് ഇത് പുറത്തെടുക്കണം. അപ്പൊ ഇത് പൊട്ടണം, നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് ബ്രേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് പൊട്ടണം. സോ അങ്ങനെ പൊട്ടാനുള്ള ആ കഴിവിനെയാണ് എന്ത് പറയുന്നത്? കൊളാപ്സബിലിറ്റി എന്ന് പറയുന്നത്. കൊളാപ്സ് ആവാനുള്ള എബിലിറ്റി, അതാണ് കൊളാപ്സബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ആ മോൾഡിംഗ് സാൻഡിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ പ്രോപ്പർട്ടീസ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. സാൻഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് പറയുന്നു? കോസീവ്നെസ്. ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, സോ അടുത്താണ് പാറ്റേൺ അലവൻസസ്. പാറ്റേൺ നമ്മൾ കൊടുക്കുന്ന അലവൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ പാറ്റേൺ എന്താണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. നമ്മളിപ്പം ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു ബാൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഷേപ്പിലുള്ള ഒരു വുഡൻ പീസ് വെച്ചിട്ടായിരിക്കും ആദ്യം നമ്മൾ ക്യാവിറ്റി ഉണ്ടാക്കുന്നത്. ക്യാവിറ്റി ഉണ്ടാക്കാൻ നമ്മൾ അതേപോലൊരു സാധനം വേണമല്ലോ. ഓക്കെ, അന്നേരം ഈ ക്യാവിറ്റി ഉണ്ടാക്കാൻ യൂസ് ചെയ്തതിന് പറയുന്ന പേരാണ് പാറ്റേൺ.
സോ ഈ പാറ്റേൺ നമ്മൾ എക്സാക്ട് ഡയമെൻഷൻ ആണെന്ന് പറയുമെങ്കിലും ചെറിയ ചില അലവൻസസ്, ചെറിയ ചില വേരിയേഷൻസ് അതിനകത്ത് കൊടുക്കും. ആ വേരിയേഷൻസ് എന്തിനൊക്കെയാണെന്നുള്ളതാണ് പാറ്റേൺ അലവൻസിനകത്ത് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം 1 by 1 ആയിട്ട്. ആദ്യത്തേതാണ് ശ്രിങ്കേജ് അലവൻസ്. എന്താണ് ശ്രിങ്കേജ് അലവൻസ്? നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ശ്രിങ്കേജ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിക്വിഡ് മെറ്റൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത്, ഇവിടെ നമുക്ക് മോൾട്ടൺ മെറ്റൽ ആണ് ഒഴിക്കുന്നത്. ഈ മോൾട്ടൺ മെറ്റൽ സോൾഡിഫൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ വോളിയത്തിൽ കുറച്ചൊരു ശ്രിങ്കേജ് വരും. ശ്രിങ്കേജ് വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ചുരുങ്ങും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു 10 mm ഉള്ള ഒരു റോഡാണ് നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ടത്. കാസ്റ്റിംഗ് വെച്ചിട്ട് 10 mm ഉള്ള ഒരു റോഡ് മാനുഫാക്ചർ ചെയ്യണം. ഓക്കെ, സോ 10 mm ഉള്ള റോഡ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ 10 mm ക്യാവിറ്റി നമ്മൾ പാറ്റേൺ വെച്ച് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു. സോ ഇതിനകത്ത് ഇപ്പം മോൾട്ടൺ മെറ്റൽ ആണ് ക്യാവിറ്റിയിൽ ഫുള്ള്. 10 mm തന്നെ ഉണ്ട്. പക്ഷെ ഇത് സോൾഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ഇച്ചിരി ചുരുങ്ങും. ഓക്കെ, ലിക്വിഡ്സ് സോൾഡ് ആകുമ്പോഴുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സോ ഒന്ന് ചുരുങ്ങിയിട്ട് ഒരു 9 mm മാറും. ഒരു ഇച്ചിരി ലെങ്തിനകത്ത് വ്യത്യാസം വന്നു. ഓക്കെ, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം വ്യത്യാസം വരും. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇച്ചിരി ലെങ്തിനകത്ത് വ്യത്യാസം വന്നു, 9 mm മാറി. അന്നേരം നമുക്ക് ആക്ച്വലി കിട്ടേണ്ട ആ ഡയമെൻഷൻ കിട്ടിയോ? നമുക്ക് ശരിക്കും 10 ആയിരുന്നു കിട്ടേണ്ടത്, പക്ഷെ 9 mm ഉള്ളൂ. ഇതെങ്ങനെ നമുക്ക് മാറ്റാം? ഒരു 11 mm അല്ലെങ്കിൽ 11 mm ഒരു പാറ്റേൺ ആയിരുന്നെങ്കിലോ, നമുക്ക് ആദ്യമേ ക്യാവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 11 mm പാറ്റേൺ ആയിരുന്നെങ്കിൽ നമുക്ക് ക്യാവിറ്റി 11 mm കിട്ടിയേനെ. അതിലേക്ക് ലിക്വിഡ് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചിട്ട് ചുരുങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട 10 mm സാധനം കിട്ടുകയും ചെയ്യും. ഇത് 11 mm ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇങ്ങനെ ഒരു എക്സ്ട്രാ മെറ്റീരിയൽ നമ്മൾ പാറ്റേണിനകത്ത്, ഒരു എക്സ്ട്രാ ഡയമെൻഷൻ പാറ്റേണിനകത്ത് കൊടുക്കുന്ന ആ അലവൻസിനാണ് എന്ത് പറയുന്നത്? ശ്രിങ്കേജ് അലവൻസ്. ഓക്കെ, സോ ശ്രിങ്കേജ് അലവൻസ് എന്ന് പറയുന്നത്. അടുത്താണ് മെഷീനിങ് അലവൻസ്. മെഷീനിങ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ക്യൂബാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഒരു 6 mm ഉള്ള ക്യൂബാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. എല്ലാ സൈഡും 6 mm ഉള്ള. സോ നമ്മൾ 6 mm ഉള്ള ക്യാവിറ്റി ഒക്കെ വെച്ചിട്ട് ഒരു ക്യൂബ് നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ സർഫസ് ഒക്കെ നമുക്ക് ഫിനിഷിങ് ചെയ്യണം അല്ലേ? ഇപ്പൊ കാസ്റ്റിംഗിൽ കിട്ടിയതിന്റെ സർഫസ് ഒക്കെ മെഷീനിങ് ചെയ്തെടുക്കണം. സോ ഇതെല്ലാം സർഫസ് എല്ലാം ഫിനിഷ് ചെയ്യണം. സർഫസ് ഫിനിഷിംഗ് മെത്തേഡ്, ഗ്രൈൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ടാ 5.8 ഉള്ള ഡയമെൻഷൻ. എല്ലാ സൈഡും ഫിനിഷ് ചെയ്തപ്പോഴത്തെ കുറച്ച് മെറ്റീരിയൽ റിമൂവ് ആയി പോത്തില്ലേ? അപ്പൊ നമുക്ക് ആക്ച്വലി വേണ്ട ഡയമെൻഷനിൽ നിന്ന് കുറച്ചൊരു കുറവായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാറ്റേൺ നേരത്തെ കൂട്ട് തന്നെ പാറ്റേൺ കുറച്ച് കൂടുതലായിട്ട് വെക്കണം. ഓക്കെ, ഒരു 6.2 ആയിരുന്നു നമ്മുടെ ക്യാവിറ്റി എങ്കിൽ നമുക്ക് 6.2 ക്യൂബ് കിട്ടും അല്ലെ? 6.2 ക്യൂബ് കിട്ടും. മെഷീനിങ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആക്ച്വൽ ഡയമെൻഷൻ ആയിട്ടുള്ള 6 ആവുകയും ചെയ്യും. അങ്ങനെ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ കൊടുത്തില്ലേ നമ്മൾ പാറ്റേണിന്? അങ്ങനെ എക്സ്ട്രാ പോയിന്റ് കൊടുത്തതുപോലെ നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യുന്ന ആ അലവൻസിനാണ് എന്ത് പറയുന്നത്? മെഷീനിങ് അലവൻസ് എന്ന് പറയുന്നത്. അടുത്ത അലവൻസ് ആണ് ഡ്രാഫ്റ്റ് അലവൻസ്. അടുത്ത എന്താണ്? ഡ്രാഫ്റ്റ് അലവൻസ്. ഓക്കെ, സോ ഡ്രാഫ്റ്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടുള്ള പോർഷനിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഇരിക്കുകയാണ്. ഇതാണ് മോൾഡിംഗ് സാൻഡ്, ഈ സൈഡിൽ മോൾഡിംഗ് സാൻഡ് ആണ്. ഇതാണ് നമ്മുടെ പാറ്റേൺ. സോ ഈ പാറ്റേൺ വെർട്ടിക്കൽ ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഇത് റിമൂവ് ചെയ്യൽ ഒരു ഇച്ചിരി പാടാണ് അല്ലെ? എക്സാക്ട്ലി വെർട്ടിക്കൽ ആയിട്ടിരിക്കുന്ന റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് സൈഡൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള പാറ്റേൺസ് റിമൂവ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് ചെറിയൊരു ടേപ്പർ കൊടുക്കും. ഓക്കെ, ഒരു ചെറിയ ടേപ്പർ ഇവിടെ കൊടുക്കും, ഒരു ഇൻക്ലൈൻഡ് ആയിട്ട്, ഒരു ഇത്തിരി ഇൻക്ലൈൻഡ് ആയിട്ട്. ഓക്കെ, സോ ഇങ്ങനെ ഞാൻ വരച്ച് കാണിക്കുമ്പോഴത്തേക്ക് അത്ര ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നത് വളരെ ചെറിയൊരു ആംഗിൾ ആയിരിക്കും. ആ ആംഗിൾ കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമുക്ക് റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ പാറ്റേണിനെ. സോ അങ്ങനെ എക്സ്ട്രാ നമുക്ക് വെർട്ടിക്കൽ പാറ്റേണിനെ റിമൂവ് ചെയ്യാനായിട്ട് കൊടുക്കുന്ന ആ എക്സ്ട്രാ ടേപ്പറിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ടേപ്പർ അലവൻസ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് അലവൻസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വെർട്ടിക്കൽ പാറ്റേണിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് ഷേക്ക് അലവൻസ്. അടുത്തതാണ് ഷേക്ക് അലവൻസ്. ഷേക്ക് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാറ്റേൺ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് പാറ്റേണിനെ ഒന്ന് ചെറുതായിട്ട് ഷേക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ എക്സാമ്പിൾ തന്നെ എടുത്തോ. ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ളത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് മോൾഡ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഓക്കെ, സോ ഈ പാറ്റേൺ മുകളിലേക്ക് റിമൂവ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ഇതിനെ എന്ത് ചെയ്യും? ഷേക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് പൊക്കി എടുക്കുന്നത്. അതിനകത്ത് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ട്. സോ ഈ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ക്യാവിറ്റി നമുക്ക് ആക്ച്വലി വേണ്ടതിനേക്കാൾ കുറച്ചുകൂടെ അങ്ങ് വലുതായി പോകുന്നില്ല ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക്. സോ നമുക്കിപ്പം ഈ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 5 cm ആയിരുന്നു വേണ്ടത്. പക്ഷെ ഷേക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്തായി? 6 cm ആയിപ്പോയി. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കുലിക്കപ്പോഴത്തേക്ക് ക്യാവിറ്റി കുറച്ച് വലുതായിപ്പോയി. സോ ഇങ്ങനെ ക്യാവിറ്റി കുറച്ച് വലുതാവും നമുക്ക് അറിയാവുന്നത് കൊണ്ട് പാറ്റേൺ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കും. അപ്പൊ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ഡയമെൻഷനിലേക്ക് ക്യാവിറ്റി കിട്ടും. സോ അതുകൊണ്ട് തന്നെ പാറ്റേൺ കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ അലവൻസിനാണ് എന്ത് പറയുന്നത്? ഷേക്ക് അലവൻസ് എന്ന്. ഓക്കെ, സോ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആവുകയും ചെയ്യും. ഇത് ഈ ഷേക്ക് അലവൻസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് അലവൻസ് ആണ്. ബാക്കി എല്ലാ അലവൻസും നോക്കിയാൽ നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്തു. ശ്രിങ്കേജ് അലവൻസിന് നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്തു. കാരണം
സോൾഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ചെറുതാവും, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കൊടുത്തു. മെഷീനിങ് എലമെന്റ്സ് നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽ കൊടുത്തത്, കാരണം മെഷീനിങ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ കുറെ പോകും, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ കുറച്ച് എക്സ്ട്രാ മെറ്റീരിയൽ പാറ്റേണിൽ കൊടുത്തു, അതും പോസിറ്റീവ് എലമെന്റ്സ് ആണ്. എക്സ്ട്രാ കൊടുക്കുന്നതൊക്കെ പോസിറ്റീവ് എലമെന്റ്സ് ആണ്. ടേപ്പർ എലമെന്റ്സ് നമ്മളൊരു എക്സ്ട്രാ ടേപ്പർ കൊടുത്തത് പാറ്റേണിന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതും പോസിറ്റീവ് എലമെന്റ്സ് ആണ്. പക്ഷെ ഷേക്ക് എലമെന്റ്സ് വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത്, ആക്ച്വൽ ഡയമെൻഷൻ എത്രയാണോ വേണ്ടത് അതിനേക്കാൾ കുറച്ചാണ് നമ്മൾ പാറ്റേൺ എലമെന്റ്സിൽ കൊടുത്തത്, അല്ലെ, സോറി പാറ്റേണിനകത്ത് കൊടുത്തത്, എങ്കിലേ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആക്ച്വൽ ഡയമെൻഷനേക്കാൾ കുറച്ച് നമ്മൾ പാറ്റേണിനകത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് എന്ത്, നെഗറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ശ്രിങ്കേജ് എലമെന്റ്സ് ഷേക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് മാത്രം നെഗറ്റീവ് എലമെന്റ്സ് ആണ്, ബാക്കിയൊക്കെ പോസിറ്റീവ് എലമെന്റ്സ് ആണ്. ഇനി ഡിസ്റ്റോർഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത് ചില ഷേപ്പിലുള്ള കാസ്റ്റിംഗ് എന്ന് പറയുന്നത് സോൾഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡിസ്റ്റോർഷൻ സംഭവിക്കും. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ യു ഷേപ്പിലാണ് നമുക്ക് കാസ്റ്റിംഗ് വേണ്ടത്. സോ യു ഷേപ്പിൽ നമ്മൾ മോൾട്ടൺ മെറ്റലൊക്കെ ഉരുക്കി ഒഴിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. സോ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ യു ഷേപ്പിന് പകരം അത് ഈ യുവിന് രണ്ടിൽ കാലുണ്ടല്ലോ, ഈ കാല് രണ്ടും കൂടെ അങ്ങ് അടുത്തു പോകും. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും, യു സ്ട്രെയിറ്റ് ആയിട്ട് വരത്തില്ല, യുവിന്റെ കാൽ രണ്ടും കൂടെ ഇങ്ങനെ അടുത്തിരിക്കുന്നതിന്റെ കൂട്ടായിപ്പോ. ഓക്കെ, അന്നേരം നമുക്ക് നേരെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ പാറ്റേൺ കുറച്ച് ചരിച്ചു വെച്ചാൽ പോരെ, ഇങ്ങനെ വെച്ചാൽ പോരെ, അപ്പോഴത്തേക്ക് ഡിസ്റ്റോർഷൻ സംഭവിച്ചത് എന്തായിക്കോളും, നേരെ ആയിക്കോളുമല്ലോ സോൾഡിഫൈ ചെയ്യുമ്പോഴത്തേക്ക്. സോ ഇങ്ങനെ എക്സ്ട്രാ ആ ഓപ്പണിംഗ് കുറച്ച് വൈഡ് ആക്കി കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ഡിസ്റ്റോർഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് എലമെന്റ്സിനകത്ത് വരുന്നത്, ശ്രിങ്കേജ് എലമെന്റ്സ്, മെഷീനിങ് എലമെന്റ്സ്, ടേപ്പർ, ഷേക്ക് ആൻഡ് ഡിസ്റ്റോർഷൻ. ഇതിനകത്ത് ഷേക്ക് എലമെന്റ്സ് മാത്രമാണ് നെഗറ്റീവ് എലമെന്റ്സ്, ബാക്കിയെല്ലാം പോസിറ്റീവ് എലമെന്റ്സ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അടുത്ത മാനുഫാക്ചറിങ് പ്രോസസ്സാണ് റോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റോളിംഗ് എന്ന് പറയുന്ന പേരിനകത്ത് നിന്ന് തന്നെ അറിയാം, രണ്ട് റോളറിന്റെ ഇടയ്ക്കൂടെ ഒരു മെറ്റൽ ഷീറ്റിനെ പാസ് ചെയ്ത് വിടുന്നതിനെയാണ് നമ്മൾ റോളിംഗ് എന്ന് പറയുന്നത്. മെറ്റൽ ഷീറ്റിനെ രണ്ട് റോളറിന്റെ ഇടയ്ക്കൂടെ, ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നതിന്റെ തൊട്ട് രണ്ട് റോളറിന്റെ ഇടയ്ക്കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തായിരിക്കും പറ്റുന്നത്, ആ ഷീറ്റിന്റെ തിക്നെസ് എന്ത് ചെയ്യും, കുറയും, അല്ലേ. സോ ആ പ്രോസസ്സിനെയാണ് റോളിംഗ് എന്ന് പറയുന്നത്. സോ അവിടെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. റോളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെഡ്യൂസിംഗ് ദ തിക്നെസ് ഓഫ് ചേഞ്ചിങ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ ലോങ് വർക്ക് പീസ് ബൈ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈഡ് ത്രൂ എ സെറ്റ് ഓഫ് റോൾസ് യൂസ് ചെയ്തിട്ട്, ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റോൾസ് എന്ന്. സോ ഈ റോൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ തിക്നെസ് കുറയ്ക്കുന്നു അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ കുറയ്ക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, റോളിംഗ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കാൻ നിങ്ങൾ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അത് ഓർത്തിരുന്നാൽ മതി. അതിനകത്തോട്ട് നമ്മൾ കരിമ്പ് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ തിക്നെസ് ഒക്കെ കുറച്ച് അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് തിക്നെസ് കുറഞ്ഞൊരു സാധനമായിട്ടായിരിക്കും കിട്ടുന്നത്. അത് രണ്ട് റോളിന്റെ ഇടയ്ക്കൂടെ പാസ് ചെയ്ത് പോകുന്നത്, ഓർമ്മയില്ലേ. ഓക്കെ, സോ അതാണ് റോളിംഗ് എന്ന് പറയുന്നത്. ഇത് മാനുഫാക്ചറിങ്ങിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കരിമ്പിൻ ജ്യൂസിന്റെ കാര്യം പറഞ്ഞത്. മാനുഫാക്ചറിങ്ങിൽ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാ, റെയിൽസ് ഉണ്ടാക്കാനും ഐ ബീം ഉണ്ടാക്കാനും എച്ച് ബീം ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഐ ബീം എച്ച് ബീം എന്ന് പറഞ്ഞാൽ ഐ ഷേപ്പിലുള്ള ബീമാണ് ഐ ബീം എന്ന് പറയുന്നത്, എച്ച് ഷേപ്പിലുള്ള ബീമിനാണ് എച്ച് ബീം എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോളിംഗ് പ്രോസസ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഈ റോളിംഗ് മിൽസ് എന്ന് പറഞ്ഞില്ലേ, ആ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിനാണ് റോളിംഗ് മിൽസ് എന്ന് പറയുന്നത്. ഈ റോളിംഗ് മിൽസ് തന്നെ പല രീതിയിലുണ്ട്. ടു ഹൈ മിൽസ് ഉണ്ട്. ടു ഹൈ മിൽസ് എന്നാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ടു ഹൈ മിൽസ് ആണ്. ഇറ്റ് കംപ്രൈസസ് ഓഫ് ടു ഹെവി റോൾസ് പ്ലേസ്ഡ് വൺ ഓവർ അതർ. ഓക്കെ, എന്താണ്, ഒരെണ്ണത്തിന്റെ മുകളിൽ ഒന്ന് പ്ലേസ് ചെയ്തേക്കുന്നതിന്റെ കൂട്ടാണ് ടു ഹെവി റോൾസ് വരുന്നത്. ഓക്കെ, സോ വെർട്ടിക്കൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റോൾ ഈസ് അഡ്ജസ്റ്റബിൾ. ഈ രണ്ടിന്റെയും കൂടെ ഗ്യാപ്പ്, അതിനിടയ്ക്ക് വരുന്ന ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പല തിക്നെസ്സിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് വേണ്ടത്, അല്ലേ. അകത്തോട്ട് പാസ് ചെയ്യുന്നതിന് ചിലപ്പോൾ നല്ല തിക്നെസ് കുറച്ചിട്ട് പുറത്തോട്ട് കൊണ്ടുവരേണ്ടി, ചിലപ്പോൾ അത്രയും തിക്നെസ് കുറയ്ക്കേണ്ടി വരില്ല. സോ തിക്നെസ് നല്ലപോലെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ റോളർ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ കുറയ്ക്കുക. അപ്പോൾ തിക്നെസ് കുറഞ്ഞ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരെണ്ണം ക്ലോക്ക് വൈസിലാണെന്നുണ്ടെങ്കിൽ മറ്റേ എന്തായിരിക്കും, ആന്റി ക്ലോക്ക് വൈസിലായിരിക്കും. എങ്കിൽ മാത്രമേ അതിനിടയ്ക്കൂടെ അത് പാസ് ചെയ്ത് പോകത്തുള്ളൂ. രണ്ടും ഒരേ ഡയറക്ഷനിൽ കറങ്ങി കഴിഞ്ഞാൽ അത് പാസ് ചെയ്യില്ല, അല്ലേ. സോ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിനിടയ്ക്കൂടെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇലക്ട്രിക് മോട്ടോഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ റോളർ മില്ല് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ രണ്ടെണ്ണമാണ് യൂസ് ചെയ്യുന്നത്, എന്ത് പറയും, ടു ഹൈ മിൽസ് എന്ന് പറയും. ഓക്കെ, സോ ടു ഹൈ മിൽസിന്റെ കേസിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഇതിന്റെ തിക്നെസ് വീണ്ടും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം ഈ പ്രൊസീജിയർ. ഓക്കെ, ഈ ഷീറ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് റോളിംഗ് മിൽസിന്റെ ഇടയ്ക്കൂടെ വീണ്ടും പാസ് ചെയ്യണം. അങ്ങനെ പല സ്റ്റേജ് ആയിട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റോളിംഗ് മിൽസ് ടു ഹൈ മിൽസിൽ തിക്നെസ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ.
അടുത്തതാണ് 3 ഹൈ മിൽസ്. ഓക്കെ, 3 ഹൈ മിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 2 റോളിംഗ് മില്ല് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ഹൈ മിൽസ് എന്ന് പറഞ്ഞു. 3 റോളിംഗ് മില്ല് ആണെന്നുണ്ടെങ്കിൽ 3 ഹൈ മിൽസ് എന്ന് പറയും. ഓക്കെ, സോ 3 ഹൈ മിൽസിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് തിക്നെസ് 2 വട്ടം കുറയ്ക്കണമെങ്കിൽ, വീണ്ടും കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്, ഒരു വട്ടം പാസ് ചെയ്തു, പിന്നെ വീണ്ടും എടുത്ത് രണ്ടാമത് പാസ് ചെയ്തു. നമ്മൾ കരിമ്പി ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന അതിന്റെ കൂട്ട് തന്നെ ആദ്യം ഒന്ന് പാസ് ചെയ്യും, പിന്നെ ആ തിക്നെസ് കുറച്ചിട്ട് പിന്നെ അടുത്ത വീണ്ടും പാസ് ചെയ്യും അല്ലേ. സോ ഇവിടെ 3 ഹൈ മിൽസിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ആദ്യത്തെ 2 മിൽസിലെ ഈ 1, 2 ആ 2 മിൽസിന്റെ ഇടയ്ക്കൂടെ പാസ് ചെയ്യുമ്പോൾ ഒന്ന് തിക്നെസ് കുറഞ്ഞു. അതേ സംഭവം തന്നെ തിരിച്ച് ഇതിനകത്തൂടെ തന്നെ പാസ് ചെയ്യുന്ന മതി. അവിടെ വീണ്ടും നമ്മൾ 2 മില്ല് വേണ്ട, ഓൾറെഡി ഇവിടെ ഒരു മില്ലുണ്ട്, അതിന്റെ കൂടെ ഒരു മില്ലൂടെ ആഡ് ചെയ്തിട്ട് അതിനകത്തോട് ഇങ്ങോട്ട് പാസ് ചെയ്യും. സോ വീണ്ടും അപ്പം തിക്നെസ് കുറഞ്ഞു കിട്ടും. ഓക്കെ, സോ അതാണ് 3 ഹൈ മിൽസിന്റെ ഗുണം. 3 ഹൈ മിൽസിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും റോളിംഗ് മിൽസ് ഒരേ ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. നടുക്കത്തത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മിഡിൽ റോൾ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പർ റോളും ലോവർ റോളും ഒരേ ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് 4 ഹൈ മിൽസ്. 4 ഹൈ മിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് റോളായിട്ട് 2 എണ്ണം കാണും. അതായത് ഇത് വെച്ചിട്ടാണ് നമ്മൾ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കപ്പ് റോളായിട്ട് 2 വലിയ റോളൂടെ ബാക്കിൽ കൊടുക്കും. ഈ വർക്കിംഗ് റോളിന് ബാക്കപ്പ് ആയിട്ട് 2 വലിയ റോളൂടെ സപ്പോർട്ടായിട്ട് കൊടുക്കും. സോ നമുക്ക് കൂടുതൽ കംപ്രസീവ് ഫോഴ്സ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിക്നെസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, 4 ഹൈ മിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ടാൻഡം റോളിംഗ് മിൽ. ഓക്കെ, സോ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നതാണ് ടാൻഡം റോളിംഗ് മിൽ. ഫിഗർ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അല്ലേ. സോ സീരീസ് ആയിട്ട് കുറെ റോൾസ്, ഓക്കെ, 2 ഹൈ റോൾസ് തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്യും, 2 ഹൈ റോൾസ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ആദ്യത്തേനകത്തൂടെ പാസ് ചെയ്യുമ്പോൾ കുറച്ച് തിക്നെസ് കുറയും, അടുത്തതിന്റെ ഗ്യാപ്പ് നേരത്തേനേക്കാൾ കുറവായിരിക്കും. ഈ റോളിംഗ് മില്ല് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ സീരീസിനേക്കാൾ കുറവായിരിക്കും. സോ കുറച്ചുകൂടെ തിക്നെസ് കുറയും. മൂന്നാമത്തെ തീരെ ഗ്യാപ്പ് കുറവായിരിക്കും. അന്നേരം ഏറ്റവും അവസാനം കിട്ടുന്ന എന്തായിരിക്കും, നല്ല തിക്നെസ് കുറഞ്ഞ ഷീറ്റ് അല്ലെങ്കിൽ വർക്ക് പീസ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, സോ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ടാൻഡം റോളിംഗ് മിൽ എന്ന് പറയുന്നത്. അടുത്തതാണ് പ്ലാനറ്ററി മിൽ. സോ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നതാണ് പ്ലാനറ്ററി മിൽസ്. ഓക്കെ, സോ കുറെ റോൾസ്, ഒരു ബാക്കപ്പ് റോളിനകത്ത് ഒരു ബാക്കിംഗ് റോളിനകത്ത് കുറെ പ്ലാനറ്ററി റോൾസ്, ചെറിയ റോൾസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള 2 റോൾസ് കാണും. ഒരു ബാക്കിംഗ് റോളിനകത്ത് കുറെ പ്ലാനറ്ററി റോൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന 2 റോളിന്റെ ഇടയ്ക്കൂടെ നമ്മൾ വർക്ക് പീസിനെ പാസ് ചെയ്യും. അന്നേരം ശരിക്കും ഈ വർക്ക് പീസിനകത്തൂടെ ഒരു സിംഗിൾ റോളിന്റെ എഫക്റ്റ് അല്ല കിട്ടുന്നത്, ഈ സിംഗിൾ റോൾ പാസ് ചെയ്യും. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പ്ലാനറ്ററി റോൾസ് എല്ലാം ഈ വർക്ക് പീസിന്റെ മുകളിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ തിക്നെസ് നല്ലപോലെ കുറഞ്ഞു കിട്ടും. ഒരു എഫക്റ്റീവ് ആക്ഷൻ ആയിട്ട് നമുക്ക് അവിടെ തിക്നെസ് കുറഞ്ഞു കിട്ടും. അതിനാണ് എന്ത് പറയുന്നത്, പ്ലാനറ്ററി മിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഇത്രയാണ് റോളിംഗ് മിൽസിനകത്ത് വരുന്നത്. ഇനി 2 ടൈപ്പ് റോളിംഗ് ഉണ്ട്, ഒന്ന് ഹോട്ട് റോളിംഗും 2 കോൾഡ് റോളിംഗും. ഓക്കെ, സോ പേരിനകത്ത് തന്നെ ഉണ്ട്. ഹോട്ട് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ചെയ്യുന്നതാണ് ഹോട്ട് റോളിംഗ് എന്ന് പറയുന്നത്. കോൾഡ് റോളിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഐസിനകത്ത് വെച്ച് ചെയ്യുന്നതല്ലേ, നോർമൽ റൂം ടെമ്പറേച്ചറിലൊക്കെ ചെയ്യുന്ന എന്തായിരിക്കും, കോൾഡ് റോളിംഗ് ആയിരിക്കും. ശരിക്കുള്ള ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം, എന്താണ് ഹോട്ട് റോളിംഗ് എന്നും കോൾഡ് റോളിംഗ് എന്നും. ഒരു റോളിംഗ് പ്രോസസ്സ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് മുകളിലാണ് ചെയ്യുന്നതെങ്കിൽ, വർക്ക് പീസിന്റെ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ റോളിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഹോട്ട് റോളിംഗ് എന്ന് പറയും. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ താഴെ വെച്ചാണെങ്കിൽ അതിനെ കോൾഡ് റോളിംഗ് എന്ന് പറയും. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയലിനും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിൽ അതിന്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിന് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് വരും. അതിന്റെ ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടില്ലേ, ആ സ്ട്രക്ചറിന് കംപ്ലീറ്റ് ചേഞ്ച് വരും. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. അത് തന്നെ അപ്പർ റീക്രിസ്റ്റലൈസേഷനും ലോവർ റീക്രിസ്റ്റലൈസേഷനും ഒക്കെ ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഹോട്ട് റോളിംഗ് എന്ന് പറഞ്ഞാൽ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ മുകളിൽ പ്രോസസ്സ് ആ ചൂടാക്കിയിട്ട് അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിന് മുകളിൽ ചൂടാക്കിയിട്ട് റോളിംഗ് ചെയ്യുന്നതിന് ഹോട്ട് റോളിംഗ് എന്നും, അതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, കോൾഡ് റോളിംഗ് എന്ന് പറയും. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, PSC ഒക്കെ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ഈ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന്റെ മുകളിലുള്ള റോളിംഗിന്റെ പേര്, അല്ലെങ്കിൽ ഹോട്ട് റോളിംഗ് ഈസ് എ പ്രോസസ് ഡൂയിങ് എബോവ് വിച്ച് ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിന് മുകളിലാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത ഒരു പ്രോസസ്സാണ്, റോളിംഗ് കഴിഞ്ഞു, അടുത്ത പ്രോസസ്സാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. എന്താണ് എക്സ്ട്രൂഷൻ? സോ ഈ ഫിഗറിനകത്ത് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രൂഷൻ എന്താണെന്ന്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോഴ്സിങ് എ മെറ്റൽ എൻക്ലോസ്ഡ് ഇൻ എ കണ്ടെയ്നർ ടു ഫ്ലോ ത്രൂ എ ഓപ്പണിംഗ് ഓഫ് ഡൈ. സോ നിങ്ങൾ ഈ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബില്ലറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെറ്റീരിയൽ. സോ ഇതാണ് ബില്ലറ്റ്. ഈ ബില്ലറ്റിനെ നമ്മളൊരു റാം വെച്ചിട്ട് ഭയങ്കരമായ പ്രഷർ കൊടുത്ത് പ്രസ് ചെയ്യും. ഇത് മെഷീൻ യൂസ് ചെയ്തിട്ടായിരിക്കും പ്രഷർ കൊടുക്കുന്നത്, നമ്മൾ കൈവച്ചിട്ടൊന്നുമല്ല.
ഒരു മെഷീൻ യൂസ് ചെയ്ത് ഹൈഡ്രോളിക് മെഷീനൊക്കെ യൂസ് ചെയ്തിട്ട് ഈ റാം വെച്ചിട്ട് പ്രസ് ചെയ്യും. ഇവിടെ ഒരു ഡൈ കാണും. ഈ ഡൈ എന്ന് പറയുന്നത് ഏത് ഷേപ്പിലാണോ നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് ആ ഷേപ്പിലുള്ള ഒരു ഡൈ ആയിരിക്കും. ആ ഷേപ്പിലായിരിക്കും അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടുന്ന് റാം വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ ഡൈയുടെ ഷേപ്പിൽ നമുക്ക് മെറ്റീരിയൽ പുറത്തേക്ക് കിട്ടും. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രൂഡ് ചെയ്യുക, ഓക്കെ, പുറത്തേക്ക് തള്ളുക. നമ്മൾ പേസ്റ്റ് ഒക്കെ എടുക്കില്ലേ, പേസ്റ്റിന്റെ പുറകെ പിടിച്ചിട്ട് ഞെക്കുവാണ്. നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ആ പേസ്റ്റിന്റെ അവിടെ, ആ പേസ്റ്റിന്റെ വരുന്ന സൈഡ് ഉണ്ടല്ലോ, അവിടെ ആ ഷേപ്പിൽ എന്തായിരിക്കും പേസ്റ്റ് പുറത്തേക്ക് വരും അല്ലെ. സോ അതേപോലെ തന്നെയാണ് ഇവിടെ മെറ്റീരിയലിന് ഹൈ ഫോഴ്സ് കൊടുത്തിട്ട് ആ ഡൈയിലൂടെ പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അത് തന്നെ ഡയറക്റ്റ് എക്സ്ട്രൂഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷനും ഉണ്ട്. ഡയറക്റ്റ് എക്സ്ട്രൂഷൻ ആണ് ഈ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ റാം വെച്ചിട്ട് നോർമലി ഇങ്ങനെ ചെയ്യുന്നത്, അന്നേരം നമുക്ക് എന്ത് ഈ ഡൈയിലൂടെ പുറത്തേക്ക് വരുന്നത്, അതാണ് ഡയറക്റ്റ് എക്സ്ട്രൂഷൻ. ഇൻഡയറക്റ്റ് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ പ്രസ് ചെയ്യുന്ന റാമിനകത്ത് തന്നെ ആയിരിക്കും എന്ത് വരുന്നത്, ഡൈയുടെ ഓപ്പണിംഗ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രസ് ചെയ്യുന്നത്, ബില്ലറ്റ് ഇവിടെ ആണ്, ഈ റാമിനകത്ത് തന്നെ ഡൈയുടെ ഓപ്പണിംഗ് വരും. സോ ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട്, ഈ ഡയറക്ഷനിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ചിട്ട് മെറ്റീരിയൽ ഇതേ ഈ റാമിന്റെ ഇടയ്ക്കുള്ള ഡൈയിലൂടെ ഈ റൈറ്റ് സൈഡിലേക്ക് വരും. നമ്മൾ ലെഫ്റ്റിലേക്ക് ഞെക്കുമ്പം റൈറ്റിലേക്കാണ് മെറ്റീരിയൽ ഫ്ലോ ചെയ്യുന്നത്, കാരണം ആ റാമിന്റെ ഇടയ്ക്കാണ് ഡൈ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ അപ്ലൈ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലെ. ഇവിടെ പക്ഷേ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, ഇൻഡയറക്റ്റ്ലി. ഓക്കെ, ഇൻഡയറക്റ്റ്ലി, സോറി. ദ മെറ്റൽ ഈസ് സബ്ജക്റ്റഡ് ടു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സോൾഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറത്തില്ല അല്ലെ. ഒരു കട്ടിയുള്ള, ഒരു വളരെ സോൾഡ് ആയിട്ടുള്ള ഒരു ബില്ലറ്റ് ആണ്. ഈ ബില്ലറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലിന് പറയുന്നതാണ് ബില്ലറ്റ് എന്ന്, നമ്മുടെ റോ മെറ്റീരിയലിന് പറയുന്ന പേരാണ് ബില്ലറ്റ് എന്ന്. സോ ഈ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സോളിഡ് സ്റ്റേറ്റിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായി ഇതിലേക്ക് ഇറങ്ങി വരുമോ, ഇല്ല. ഒരു പ്ലാസ്റ്റിക് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടന്നാണ് ഈ ഒരു പർട്ടിക്കുലർ ഫോമിലേക്ക്, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആ ഫോമിലേക്ക് ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ പറയുന്ന മെറ്റീരിയൽ, ഈ ബില്ലറ്റിന് നടക്കുന്ന എന്താണ്, ശരിക്കും ഇറ്റ് ഇസ് അണ്ടർഗോസ് റിഡക്ഷൻ ആൻഡ് ഇലോങ്ങേഷൻ. അവിടെ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. വലുതായിട്ടിരുന്ന ആ ബില്ലറ്റിന് ചെറിയ എണ്ണത്തിന് അതോടെ പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇലോങ്ങേഷനും സംഭവിക്കുന്നുണ്ട്, ആ ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. സോ റിഡക്ഷനും നടക്കുന്നുണ്ട്, ഇലോങ്ങേഷനും നടക്കുന്നുണ്ട് എക്സ്ട്രൂഷൻ സമയത്ത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോസസ്സാണ് വയർ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതും എക്സ്ട്രൂഷനും ഒക്കെ കണ്ട ഒരുപോലൊക്കെ ഇരിക്കും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നോക്കിയേ, ഇതും ഒരു ഡൈയുടെ ഇടയ്ക്കൂടെ മെറ്റീരിയൽ വന്നിട്ട് ചെറുതായി ഇപ്പുറത്തൂടെ വരുന്നതിനാണ്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം. സോ ഇത് ഇവിടെ ഒരു ഡൈ ഉണ്ട്, ഇവിടെ ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് ഈ ഡൈയുടെ ഇടയ്ക്കൂടെ കയറിയിട്ട് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് എന്തായി, ചെറുതായി. നമ്മൾ കാണുമ്പോൾ നമുക്ക് എക്സ്ട്രൂഷൻ പോലൊക്കെ തോന്നും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പുറയുന്ന ഫോഴ്സ് കൊടുക്കുകയല്ല, പേസ്റ്റിനകത്ത കൂട്ടല്ല. ഓക്കെ, നമ്മൾ മുമ്പിൽ നിന്നും പിടിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മുമ്പിൽ നിന്നും ഡ്രോ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് വയർ ഡ്രോയിങ് എന്ന്. സോ എന്താണ്, ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട് വലിച്ചിട്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ആ ഒരു പർട്ടിക്കുലർ ഫോമിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ആ പ്രോസസ്സിനാണ് എന്ന് പറയുന്നത് വയർ ഡ്രോയിങ്. മെയിൻ ആയിട്ട് ഈ വയർ ഒക്കെ ഉണ്ടാക്കുന്നതിനാണ് ഈ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വയർ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ക്രോസ് സെക്ഷൻ ഓഫ് എ ലോങ് റോഡ്, ഒരു ലോങ് റോഡിന്റെ ക്രോസ് സെക്ഷൻ ഓർ വയർ ഈസ് റെഡ്യൂസ്ഡ് ഓർ ചേഞ്ച്ഡ് ബൈ പുള്ളിങ് ഇറ്റ്. എന്താണ്, പുള്ളിങ് ഇറ്റ് ത്രൂ ദ ഡൈ കോൾഡ് ഡ്രോ ഡൈ. ഈ ഡൈക്കകത്തൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുള്ളി ചെയ്യുകയാണ്, പുഷ് ചെയ്യല ചെയ്യുന്നത്, പുള്ളി ചെയ്തിട്ട് അതിന്റെ ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, വയർ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്ലാസ്റ്റിക് ഫ്ലോ, ഇവിടെയും പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, സോ ദ പ്ലാസ്റ്റിക് ഫ്ലോ ഈസ് കോസ്ഡ് ബൈ ദ കംപ്രഷൻ ഫോഴ്സ് എറൈസിങ് ഫ്രം ദ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് ദ ഡൈ. ഇവിടെ എങ്ങനെയാണ് ഇത് ചെറുതാവുന്നത്, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡൈയും നമ്മുടെ മെറ്റലിനകത്ത് ഒരു കംപ്രസീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. മുകളിൽ നിന്ന് താഴെ ഇതിനിടയ്ക്ക് കൂടെ നമ്മൾ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് ഒരു കംപ്രസീവ് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഈ കംപ്രസീവ് ഫോഴ്സ് കാരണമാണ് ഇവിടെ ഈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി റോഡ് ആൻഡ് വയർ പ്രൊഡക്ട്സ് കവർ എ വെരി വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ. ഒരുപാട് എടുത്ത് നമ്മൾ ഈ വയർ ഡ്രോയിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ തന്നിട്ട് ഏത് പ്രോസസ്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ അതുകൊണ്ട് ഓർത്തിരിക്കണം, കുറച്ച് എക്സാമ്പിളെങ്കിലും ഓർത്തിരിക്കണം. ഇൻക്ലൂഡിങ് ഷാഫ്റ്റ് ഫോർ പവർ ട്രാൻസ്മിഷൻ, ഇലക്ട്രിക്കൽ വയറിംഗ്. ഇലക്ട്രിക്കൽ വയറിംഗ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രിക്കൽ വയറിങ്ങിനുള്ള ആ കമ്പിയൊക്കെ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, വയർ ഡ്രോയിങ് വെച്ചാണ്. കേബിൾസ്, ടെൻഷൻ ലോഡഡ് സ്ട്രക്ചറൽ മെമ്പേഴ്സ്, വെൽഡിംഗ് ഇലക്ട്രോഡ്സ്. വെൽഡിംഗ് ഇലക്ട്രോഡ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ടാ, വയർ ഡ്രോയിങ് വെച്ചിട്ടാണ്. സ്പ്രിങ്, സ്പോക്സ് ഫോർ ബൈസിക്കിൾ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ ഓർത്തിരുന്നോണേ. സ്പോക്സ് ഫോർ ബൈസിക്കിൾ, ബൈസിക്കിളിന്റെ സ്പോക്സ് ഉണ്ടല്ലോ,
അവിയലിനകത്ത് വരുന്ന സാധനം. ഓക്കെ, അതൊക്കെ എന്ത് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്ട്രിങ്, ഓക്കെ, വയലിന്റെ ഒക്കെ സ്ട്രിങ് ഇല്ലേ, അല്ലെങ്കിൽ ഗിത്താറിന്റെ ഒക്കെ, അതൊക്കെ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, വയർ ഡ്രോയിങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്ത പ്രോസസ്സാണ് ഫോർജിങ് എന്ന് പറയുന്നത്. എന്താണ് ഫോർജിങ്? ഓക്കെ, എന്താണ് ഫോർജിങ് എന്ന് നോക്കാം. സോ വർക്കിംഗ് ഓഫ് എ മെറ്റൽ മോസ്റ്റ്ലി ഇൻ ഹോട്ട് കണ്ടീഷൻ, മെയിൻലി ഇത് ഹോട്ട് കണ്ടീഷനിലാണ് ചെയ്യുന്നത്, ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് സഡൻ ബ്ലോസ് ഓർ സ്റ്റഡി പ്രഷർ ടു ഒബ്റ്റെയിൻ യൂസ്ഫുൾ ഷേപ്പ് ആൻഡ് ഇംപ്രൂവ് ഇറ്റ്സ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി. എന്താ പറഞ്ഞേക്കുന്നത്, നമ്മൾ സഡൻ ആയിട്ടുള്ള ബ്ലോ എന്ന് പറയുന്നത് ഹാമറിംഗ് പോലെ, പെട്ടെന്ന് ഒരു സഡൻ ഫോഴ്സ് കൊടുക്കുന്നതിനാണ് സഡൻ ബ്ലോസ് എന്ന് പറയുന്നത്, ഹാമറിംഗ്. ഓർ സ്റ്റഡി പ്രഷർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു മെഷീന്റെ സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ ഹ്യൂമൻ എഫർട്ട് യൂസ് ചെയ്തിട്ടോ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, സ്റ്റഡി പ്രഷർ എന്ന് പറയുന്നത്. സോ ഒന്നെങ്കിൽ സഡൻ ബ്ലോസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി പ്രഷർ യൂസ് ചെയ്തിട്ടോ ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിലേക്ക് ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ റോ മെറ്റീരിയലിനെ മാറ്റുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, ഫോർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർജിങ് എന്ന് പറയും. അത് വെച്ചിട്ട് നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ആവാറുണ്ട്. ഓക്കെ, ഫോർജിങ് വെച്ചിട്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ആവാറുണ്ട്. ഹൈ സ്ട്രെങ്ത് ആവശ്യമായിട്ടുള്ള മെക്കാനിക്കൽ കമ്പോണന്റ് ഒക്കെ, കണക്റ്റിംഗ് റോഡ് പോലുള്ള മെക്കാനിക്കൽ കമ്പോണന്റ് ഒക്കെ ഫോർജിങ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ടോ, ഈ ഒരു റോ മെറ്റീരിയലിനെ മുകളിൽ നിന്നും താഴെ നിന്നും 2 ഡൈ വെച്ചിട്ട് കംപ്രസ് ചെയ്തിട്ട് ഇതിന്റെ ലെങ്ത് കുറച്ച് ഡയമീറ്റർ കൂട്ടി നമുക്ക് പർട്ടിക്കുലർ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെ ഈ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അതിനകത്തുള്ള മോളിക്യൂൾസ് എല്ലാം എന്ത് ചെയ്യും, അടുത്തടുത്ത് വരുമല്ലോ. എന്തെങ്കിലും ചെറിയ ക്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിയിട്ട് എല്ലാം നല്ല അടുത്ത് വരും, നല്ല സ്ട്രോങ് ആവുകയും ചെയ്യും മെറ്റീരിയൽ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്ട്രോങ് കമ്പോണൻസ് ഒക്കെ വേണ്ടെടുത്ത് നമ്മൾ ഈ ഫോർജിങ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് ഓപ്പൺ ഡൈ ഫോർജിങ് ഉണ്ട്, 2 ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ഉണ്ട്. സോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഓപ്പൺ ഡൈ ഫോർജിങ് ആണ്. ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പീസിനെ നമ്മൾ 2 ഡൈയുടെ ഇടയ്ക്ക് ഓപ്പൺ ആയിട്ട് വെക്കും. അവിടെ അതിന്റെ കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ല, ഈ വർക്ക് പീസിന് കൺസ്ട്രെയിൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. 2 ഡൈയുടെ ഇടയ്ക്ക് ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അത് മെഷീൻ വെച്ചിട്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ടാകും. ഓക്കെ, സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇതിന്റെ റിക്വയർഡ് ഷേപ്പിലേക്ക് ഇത് മാറും. അതിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെഫിനിഷൻ ഒന്ന് നോക്കിയേ. The workpiece is upset. Upset എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴെ നിന്ന് ഈ ഫോഴ്സ് കൊടുത്തിട്ട് ചെയ്യുന്നതിനാണ് ഈ upset എന്ന് പറയുന്നത്. Upset, compressed or forged between 2 flat dies. 2 ഫ്ലാറ്റ് ആയിട്ടുള്ള ഡൈയുടെ ഇടയ്ക്ക് വെച്ചിട്ട് കംപ്രസ് ചെയ്യും. ഓപ്പൺ ഡൈ ഫോർജിങ് generally applies to operation with simple dies and tooling with lag deformation. Okay, സിമ്പിൾ ആയിട്ടുള്ള ഡൈക്ക് അതുപോലെ തന്നെ ലാഗ് ഡീഫോർമേഷൻ വേണ്ടെടുത്ത് വെക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ഡൈ ഫോർജിങ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ഫോർജിങ് ആണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ്. ഓപ്പൺ ഡൈ ഫോർജിങ് മനസ്സിലായല്ലോ. അടുത്തതാണ് എന്ത്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ്. ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്നതിന്റെ കൂട്ട്. ഓക്കെ, സോ ദ വർക്ക് പീസ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ ഡൈ ക്യാവിറ്റി വൈൽ ബീങ് ഫോർജ്ഡ്. ഓക്കെ, അതായത് നമുക്ക് 2 ഡൈക്കും ഒരു പർട്ടിക്കുലർ ഷേപ്പ് കാണും. ആ ഷേപ്പിലേക്ക് നമ്മുടെ വർക്ക് പീസിനെ, ഈ വർക്ക് പീസിനെ പറയുന്ന പേരാണ് ബ്ലാങ്ക്. ഓക്കെ, ബ്ലാങ്ക്, ബില്ലറ്റ് എന്നൊക്കെ പറയാറുണ്ട്. സോ ഈ ബ്ലാങ്കിനെ, ആ വർക്ക് പീസിനെ അല്ലെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയലിനെ ഈ ഡൈയുടെ ഷേപ്പിലേക്ക്, നമുക്ക് മുകളിലും താഴെയുള്ള ഡൈയുടെ ഷേപ്പിലേക്ക് മാറ്റുന്നതിനെയാണ് എന്ത് പറയുന്നത്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ്. ഇതൊരു ക്ലോസ്ഡ് ചേമ്പർ പോലെയാണ് അല്ലെ, മറ്റേതിന്റെ കൂട്ട് ഓപ്പൺ ആയിട്ടിരിക്കില്ല. ഓപ്പൺ ആയിട്ടിരുന്നപ്പോൾ അതിന്റെ ഹൈറ്റ് കുറഞ്ഞ തിക്നെസ് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനല്ല, നമുക്കൊരു റിക്വയർഡ് ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുവാണ്, ഡൈയുടെ ഷേപ്പിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുവാണ്. അതിനാണ് എന്ത് പറയുന്നത്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് യൂഷ്വലി ചെയ്യുന്നത് ഒരു ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. അതായത് നമ്മുടെ മെറ്റീരിയൽ ചൂടാക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. കാരണം എന്താ, നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യണം അല്ലെ, കുറച്ച് ഫോഴ്സ് കൂടുതൽ കൊടുത്ത് ഈ പർട്ടിക്കുലർ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡക്റ്റൈൽ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടല്ലോ, ഒന്ന് വലിയുന്ന പ്രോപ്പർട്ടി, ആ ഡക്റ്റൈൽ പ്രോപ്പർട്ടി ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ഇത് ചെയ്യുന്നത്. സോ ഈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ഓക്കെ, ഫ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയാണ് ശരിക്കും വേണ്ടത് ഷേപ്പ്. ഓക്കെ, ഇവിടം വരെയുള്ള ഷേപ്പ് വേണ്ടത്. പക്ഷേ ഈ ഫോഴ്സ് കൊടുത്തിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ചൊരു പോർഷൻ ഈ ഡൈയുടെ ഇടയ്ക്കൂടെ പുറത്തേക്ക് വരും. ഓക്കെ, നമുക്ക് വേണ്ടാത്തൊരു പോർഷനാണ്, അത് പിന്നെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത്, ഗ്രൈൻഡ് ചെയ്തൊക്കെ കളയണം. സോ ഇങ്ങനെ എക്സ്ട്രാ വരുന്ന മെറ്റീരിയൽ ഡൈയുടെ ഇടയ്ക്കൂടെ പുറത്തേക്ക് വരുന്നതാണ് എന്ത് പറയുന്നത്, ഫ്ലാഷ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, ആ വേർഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലാഷ്, എക്സ്ട്രാ മെറ്റീരിയൽ പ്രൊജക്റ്റിംഗ് ഔട്ട്വേർഡ്സ് ഇൻ ബിറ്റ്വീൻ ദ ഡൈസ്. ഓക്കെ, ഡൈസിൻ്റെ ഇടയ്ക്കൂടെ പുറത്തേക്ക് വരുന്ന ആ എക്സ്ട്രാ മെറ്റീരിയലിനാണ് എന്ത് പറയുന്നത്, ഫ്ലാഷ് എന്ന് പറയുന്നത്.
ഇനി മെയിൻ ആയിട്ടുള്ള ഫോർജിങ് മെത്തേഡ്സ്. നേരത്തെ നമ്മൾ ടൈപ്പ് ഓഫ് ഫോർജിങ് ആയിരുന്നു പഠിച്ചത്. ഇനി ഫോർജിങ് എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് മെത്തേഡ്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, സോ പല ടൈപ്പിലുള്ള ഫോർജിങ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് അപ്സെറ്റിംഗ്. ഓക്കെ, എന്താണ് അപ്സെറ്റിംഗ്? സോ അപ്സെറ്റിംഗ് എന്ന് പറയുന്നത് ടു ഇൻക്രീസ് ദ തിക്നെസ് ഓർ ഡയമീറ്റർ ഓഫ് എ മെറ്റീരിയൽ ആൻഡ് ടു റെഡ്യൂസ് ഇറ്റ്സ് ലെങ്ത്. ഇൻക്രീസ് ദ തിക്നെസ് ഓർ ഡയമീറ്റർ ഓഫ് എ മെറ്റീരിയൽ ആൻഡ് ടു റെഡ്യൂസ് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, തിക്നെസ് നമുക്ക് കൂട്ടണം. ഒരു മെറ്റീരിയലിന്റെ തിക്നെസ് കൂട്ടിയിട്ട് അതിന്റെ ഡയമീറ്റർ എന്ത് ചെയ്യണം, ഓർ തിക്നെസ് ഓർ ഡയമീറ്റർ നമുക്ക് കൂട്ടണം. എന്നിട്ട് ലെങ്ത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, സോ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്ക് നോക്കിയേ. ഇത് ഇങ്ങനെ ഇരുന്ന റോഡാണ്. ആ റോഡിന് നമ്മൾ എന്ത് ചെയ്ത് മുകളിൽ നിന്ന് ഹാമർ വെച്ച് അടിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അതിന്റെ തിക്നെസ് അല്ലെങ്കിൽ ഡയമീറ്റർ എന്ത് ചെയ്യും, കൂടും അല്ലെ. ഹൈറ്റോ അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് എന്ത് ചെയ്യും, ലെങ്ത് കുറയുമല്ലോ. സോ ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, അപ്സെറ്റിംഗ്. അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ മെയിൻ ആയിട്ട് ബോൾട്ട് ഹെഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബോൾട്ടിന്റെ ഹെഡ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്സെറ്റിംഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സാണ്, അടുത്ത മെത്തേഡാണ്, ഫോർജിങ് മെത്തേഡാണ് ഡ്രോയിങ് ഡൗൺ. ഓക്കെ, സോ ഡ്രോയിങ് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ യൂസ് ടു റെഡ്യൂസ് ദ തിക്നെസ് ഓഫ് എ ബാർ. ഒരു ബാറിന്റെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്സെറ്റിംഗ് എന്തായിരുന്നു, തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ, ഡയമീറ്റർ അല്ലെങ്കിൽ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഡ്രോയിങ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇവിടെ രണ്ട് ഡൈ കാണും. സോ ഈ രണ്ട് ഡൈയുടെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കും. സോ അപ്പോൾ എന്ത് ചെയ്യും, തിക്നെസ് കുറയും. ഓക്കെ, സോ ഇതിനെ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ടങ് എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, ടങ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇത് ആൻവിലിനകത്ത് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ആൻവിൽ എന്ന് പറയുന്ന സാധനമുണ്ട്, നമ്മൾ കൊല്ലൻ്റെ ആലയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ചുറ്റി വെച്ച് അടിക്കുന്നതിന് ആ അടിക്കുന്ന സാധനത്തിന്റെ അടിയിൽ വെച്ചേക്കുന്നത് ഒരു സപ്പോർട്ടിനായിട്ട് വെക്കുന്ന സാധനമില്ല, അതിനാണ് ആൻവിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻവിലും ടങ്ങും ഒക്കെ വെച്ചിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്, ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ഇത് ഓർത്തിരുന്നാൽ മതി. ടു റെഡ്യൂസ് ദ തിക്നെസ് ഓഫ് എ ബാർ. ഓക്കെ, അതിനാണ് ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത്. ടു ഇൻക്രീസ് ദ തിക്നെസ് ഓഫ് എ ബാർ അപ്സെറ്റിംഗ് ആണ്. ഓക്കെ ഓക്കെ നോക്കാം. ഫുള്ളറിങ് അടുത്ത മെത്തേഡാണ് എന്ത്, ഫുള്ളറിങ് മെത്തേഡ്. ഓക്കെ, സോ ഫുള്ളറിങ് മെത്തേഡ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം ഒരു വർക്ക് പീസിന്റെ തിക്നെസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, ക്രോസ് സെക്ഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഫുള്ളറിങ് എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് സെക്ഷൻ ഏരിയ കുറയ്ക്കുന്നത് പഠിച്ചു, കംപ്ലീറ്റ് ആയിട്ട് ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടുന്നത് പഠിച്ചു. ഓക്കെ, അപ്സെറ്റിംഗ് പഠിച്ചിരുന്നല്ലേ. സോ ഇവിടെ നമ്മൾ ഫുള്ളറിങ് ഓപ്ഷൻ ആണ് പഠിക്കുന്നത്. ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, ഫുള്ളറിങ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ആ ഫിഗറിനകത്ത് നോക്കി, ഇവിടെ ഇത്രയാണ്, ഇങ്ങനെയാണ് മെറ്റീരിയൽ വെക്കുന്നത്. നമുക്ക് ഈ മെറ്റീരിയലിന്റെ ആണ് ഒരു പർട്ടിക്കുലർ പോർഷനിൽ ക്രോസ് സെക്ഷൻ കുറയ്ക്കണം. ഓക്കെ, സോ ഈ ഒരു പോർഷന്റെ ആണ് ക്രോസ് സെക്ഷൻ കുറയ്ക്കേണ്ടത്, ഈ ഒരു പോർഷന്റെ ക്രോസ് സെക്ഷൻ കുറയ്ക്കണം. സോ ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ സെന്ററിലുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യും, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഫ്ലോ ചെയ്യുമല്ലോ. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുമല്ലോ നമ്മുടെ ഫോഴ്സ് കാരണം. ഓക്കെ, സോ സെന്റർ പോർഷനിലുള്ള മെറ്റീരിയൽ രണ്ട് സൈഡിലേക്കും ഫ്ലോ ചെയ്യും. അതുകൊണ്ട് തന്നെ സെന്ററിലുള്ള എന്ത് ചെയ്യും, അതിന്റെ ക്രോസ് സെക്ഷൻ കുറയുകയും ചെയ്യും. പക്ഷെ ലെഫ്റ്റിലും റൈറ്റിലും കുറയില്ല. കാരണം എന്താ, ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആയിരുന്നു അല്ലേ, രണ്ട് സൈഡിൽ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തേക്കുന്നുണ്ട്. അവിടെ രണ്ടും കുറയില്ല, സെന്ററിൽ മാത്രം ക്രോസ് സെക്ഷൻ കുറയും. ഓക്കെ, സോ നമുക്ക് ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് എ വർക്ക് മാത്രം ക്രോസ് സെക്ഷൻ കുറയ്ക്കാം. അതുപോലെ തന്നെ മെറ്റീരിയൽ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്വേർഡ് ആണ്. രണ്ട് സൈഡിലേക്കും, പുറത്തേക്കാണ് സെന്ററിൽ നിന്നും വരുന്നത്. അടുത്ത പ്രോസസ്സാണ് എഡ്ജിങ് എന്ന് പറയുന്നത്. ആ പേര് തന്നെ ഉണ്ട്, എഡ്ജിങ് എന്ന് പറയുമ്പോൾ എഡ്ജിന് എന്തോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എൻഡ് പോർഷൻ എന്തോ ചെയ്യുന്നതിനാണ് എഡ്ജിങ് എന്ന് പറയുന്നത്. എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് നോക്കിയേ. നമുക്ക് ഒരു എൻഡ് പോർഷൻ, ഒരു ബാറിന്റെയോ അല്ലെങ്കിൽ റോഡിന്റെയോ ഒക്കെ എൻഡ് പോർഷൻ നമുക്ക് ഒരു പർട്ടിക്കുലർ ഷേപ്പിലേക്ക് മാറ്റണമെങ്കിൽ, ഒരു കോൺകേവ് ഷേപ്പിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്, എഡ്ജിങ് എന്ന് പറയുന്നത്. അതിന് കോൺകേവ് ഷേപ്പിലുള്ള ഒരു ഡൈ കാണും. സോ ആ ഡൈ വെച്ചിട്ട് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഫോമിലേക്ക് അത് മാറും. ഓക്കെ, സോ അതിനാണ് എന്ത് പറയുന്നത്, എഡ്ജിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്വാഗിങ്. സ്വാഗിങ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ആൻഡ് ഫിനിഷ് വർക്ക് ടു ഡിസൈഡ് സൈസ് ആൻഡ് ഷേപ്പ്. ഓക്കെ, യൂഷ്വലി നമ്മളൊരു എക്സ്റ്റേണൽ ഷേപ്പിലേക്കോ റൗണ്ട് ഷേപ്പിലേക്കോ ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്വാഗിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു മെറ്റീരിയൽ കണ്ടില്ലേ, ഒരു റൗണ്ട് ഷേപ്പിലാണ്. നമുക്ക് ഇതിനെ എക്സ്റ്റേണൽ ഷേപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഡൈയുടെ ഇടയ്ക്ക് വെച്ചിട്ട് പ്രസ് ചെയ്യും. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് പോർഷൻ ആവും. പിന്നെ ഇതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടിടത്ത് കിട്ടും. അങ്ങനെ ചെയ്തു പോകും. സോർട്ട് ഓഫ് ഫൈനലി നമുക്ക് ആ ഹെക്സഗൺ ഷേപ്പ് കിട്ടും. സോ അങ്ങനെയുള്ള പോളിഗൺ ഷേപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്വാഗിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇതൊരു കോൾഡ് വർക്കിംഗ് പ്രോസസ് ആണ്. കോൾഡ് വർക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് താഴെയുള്ള പ്രോസസ് ആണ് സ്വാഗിങ് എന്ന് പറയുന്നത്. ഇതൊരു ഫിനിഷിംഗ് വർക്കാണ്. അതുപോലെ ഫൈനലി നമുക്ക് കിട്ടിയതിന് ശേഷം ജസ്റ്റ് ആ ഷേപ്പിലോട്ട് എത്താൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ സ്വാഗിങ് എന്ന് പറയുന്നത്. അടുത്താണ് പിയേഴ്സിംഗ് വർക്ക്. പിയേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഫോർജിങ് മെത്തേഡ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഡ്രില്ലിങ് പോലൊക്കെ തോന്നും. നമുക്ക് വർക്ക് പീസിനകത്ത് ഒരു ക്യാവിറ്റിയോ അല്ലെങ്കിൽ ഒരു ഹോളോ ഇടണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഫോർജിങ് മെത്തേഡ് ആണ് പിയേഴ്സിംഗ്. നോർമലി ആണെങ്കിൽ നമുക്ക് ഡ്രില്ല് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഡ്രില്ല് ചെയ്യുന്നതിന്റെ കൂട്ടല്ല,
ഡ്രില്ല് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ്, ആ മെറ്റീരിയലിനെ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഹോൾ ഉണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഒരു ഡൈ വെച്ചിട്ട് എന്ത് ചെയ്യും, പ്രസ് ചെയ്തിട്ട് ആ മെറ്റീരിയലിനെ ഈ സൈഡിലോട്ട് ഫ്ലോ ചെയ്യും, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സൈഡിലേക്ക് സംഭവിച്ചിട്ട് അവിടെ നമുക്ക് ഈ ഡൈയുടെ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ചുമ്മാ ഇങ്ങനെ പ്രസ് കൈവച്ചിട്ട് പ്രസ് ചെയ്തൊന്നും ആവത്തില്ല കേട്ടോ. നല്ല ഹൈഡ്രോളിക് പ്രസ് ഒക്കെ വെച്ചിട്ട് നല്ല ഫോഴ്സ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രെസ് വേണം. ഓക്കെ, സോ അങ്ങനെ ഒരു ക്യാവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്, പിയേഴ്സിംഗ് എന്ന് പറയുന്നത്. ഈ ക്യാവിറ്റിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തിന്റെ ഷേപ്പ് പോലെ തന്നെ ആയിരിക്കും, ഡൈയുടെ ഷേപ്പ് എന്താണോ അതേ ഷേപ്പ് തന്നെ ആയിരിക്കും എന്ത് ക്യാവിറ്റിക്കും വരുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹെക്സഗണൽ ക്യാവിറ്റി. ബോൾട്ടിന്റെ ഹെഡിൽ നമുക്കൊരു ഹെക്സഗണൽ ക്യാവിറ്റി പോലെ കാണാം അല്ലേ, ഒരു ഹെക്സഗണൽ ഷേപ്പിലുള്ള ഒരു ചെറിയ ക്യാവിറ്റി പോലെ. ആ ക്യാവിറ്റി വളരെ ഡെപ്ത് ഉള്ളതല്ല, ഒരു ചെറിയ ഡെപ്തിൽ ഒരു എക്സ്റ്റേണൽ ക്യാവിറ്റി കാണാം ബോൾട്ട് ഹെഡിൽ. അതിടുന്ന എന്ത് വെച്ചിട്ടാണ്, ഈ പിയേഴ്സിംഗ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ആ എക്സ്റ്റേണൽ ക്യാവിറ്റി, ആ ഇൻഡന്റേഷൻ ഓഫ് എക്സ്റ്റേണൽ ക്യാവിറ്റി ചെയ്യുന്നത്. പിയേഴ്സിംഗ് മെത്തേഡാണ്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ ഓർത്തിരുന്നോണേ, ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ആപ്ലിക്കേഷൻ എന്നിട്ട് ഏത് പ്രോസസ് ആണെന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കണം. അടുത്തൊരു മെത്തേഡാണ് ഹോബിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഹോബിംഗ്? ഓക്കെ, സോ ഹോബിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ആദ്യമേ തന്നെ പറയട്ടെ, അത് കോൾഡ് വർക്കിംഗ് പ്രോസസ് ആണ്. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ താഴെയുള്ള പ്രോസസ് ആണ്. ആൻഡ് മെറ്റൽ ഫോർജിംഗിൽ നമ്മളൊരു പഞ്ച് യൂസ് ചെയ്യും. ഓക്കെ, സോ പഞ്ച് വിത്ത് ആൻ എക്സാക്ട് ജോമെട്രി അറ്റ് ഇറ്റ്സ് എൻഡ് ഈസ് പ്രസ്ഡ് ഇൻടു ഇറ്റ്സ് വർക്ക് പീസ്. ഓക്കെ, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഡൈ അല്ലെങ്കിൽ പഞ്ച് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഹോബ് എന്ന് പറയുന്ന ഒരു സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഹോബ് എന്ന് പറയുന്നത് ജനറലി ഹാർഡ് ആൻഡ് സ്റ്റീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഹാർഡ് ആൻഡ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും ഹോബ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിലാണോ ഇൻഡന്റേഷൻ വേണ്ടത് ആ ഷേപ്പിലുള്ള ഒരു ഹോബ് ആയിരിക്കും. ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ആ ഷേപ്പിലുള്ള ഒരു ഹോബ് ഉണ്ടാക്കും. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ഈ ഡൈയും ഹോബൂടെ എന്ത് ചെയ്യും, ഇതിലേക്ക് വർക്ക് പീസിലേക്ക് ഫോഴ്സ് കൊടുത്ത് പ്രസ് ചെയ്യും. ഓക്കെ, സോ ഫോഴ്സ് കൊടുത്ത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇതേ ഷേപ്പിലുള്ള നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഹോബിന്റെ അതേ ഷേപ്പിലുള്ള ഒരു ക്യാവിറ്റി നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ സർഫസിൽ ക്രിയേറ്റ് ചെയ്യുമല്ലോ നമ്മുടെ വർക്ക് പീസിന്റെ. ഈ വർക്ക് പീസ് എന്ന് പറയുന്നത് മെറ്റൽ ആണേ. സോ ആ മെറ്റലിന്റെ സർഫസിൽ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിനാണ് എന്ത് പറയുന്നത്, ഹോബിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഹോബ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഹാർഡ് ആൻഡ് സ്റ്റീൽ വെച്ചിട്ടാണ്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് മോൾഡിങ്ങിനുള്ള ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ പ്ലാസ്റ്റിക് മോൾഡിങ്ങിന് വേണ്ടിയിട്ട് എന്ത് വേണം, നമുക്ക് ഡൈ വേണം. ആ ഡൈയുടെ ഷേപ്പിലാണ് നമ്മൾ പ്ലാസ്റ്റിക് മോൾഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ കാസ്റ്റിംഗ് പഠിച്ചില്ലേ, അതുപോലെ തന്നെയാണ് പ്ലാസ്റ്റിക് മോൾഡിംഗ് എന്ന് പറയുന്നത്. ക്യാവിറ്റിയിലേക്ക് എന്താ ഒരുക്കി ഒഴിക്കുന്നത്, പ്ലാസ്റ്റിക് ഒരുക്കി ഒഴിക്കുമെന്ന് വരത്തുള്ളൂ. ഓക്കെ, പ്ലാസ്റ്റിക്കിന്റെ മോൾട്ടൺ സ്റ്റേജ് വരും. സോ അങ്ങനെ നമുക്ക് ആ ക്യാവിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മെറ്റലിനകത്താണ് ഉണ്ടാക്കേണ്ടത്. അത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ഹോബിംഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ കാസ്റ്റിങ്ങിനെ കുറിച്ച് പഠിച്ചു, ദെൻ ഫോർജിങ്ങും എക്സ്ട്രൂഷനും വയർ ഡ്രോയിങ്ങും റോളിങ്ങും പഠിച്ചു. ഓക്കെ, സോ ഇത്രയും പ്രോസസ്സ് പഠിച്ചു. ഇനി ഈ പ്രോസസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നേരത്തെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത്. എ സ്ക്രൂ ഹോൾ ഈസ്. സ്ക്രൂ ഹോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ 2004 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ 2004. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എന്താണ് സ്ക്രൂ ഹോൾ എന്ന്, കാസ്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ക്രൂ ഹോൾ എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ, ആൻ ഓപ്പണിംഗ് ഇൻ എ മോൾഡ് ഇൻ ടു വിച്ച് മോൾട്ടൺ മെറ്റൽ ഈസ് ഫോർ. മോൾട്ടൺ മെറ്റൽ ഒഴിക്കാനുള്ള ഒരു ഹോൾ ആണെന്ന്, ഒരു ഓപ്പണിംഗ് ആണെന്ന്. രണ്ടാമത്തെ എന്താണ്, എക്സെൻട്രിക് ഹോൾ, ഒരു എക്സെൻട്രിക് ഹോൾ ആണെന്ന്. സി, എ ബ്ലൈൻഡ് ഹോൾ. ഡി, എ ത്രൂ ഹോൾ ഡ്രില്ലിംഗ് ത്രൂ ടു മേറ്റിംഗ് പാർട്സ്. മേറ്റിംഗ് പാർട്സിന് ഇടയ്ക്കുള്ള ഒരു ഡ്രിൽ ഹോൾ ആണെന്ന്. ഏതാണ് ഓപ്ഷൻ? മെറ്റൽ ഉരുക്കി ഒഴിക്കാനുള്ള ഹോൾ അല്ലേ സ്ക്രൂ ഹോൾ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ആൻ ഓപ്പണിംഗ് ഇൻ എ മോൾഡ് ഇൻ ടു വിച്ച് മോൾട്ടൺ മെറ്റൽ ഈസ് പവർ. ഓക്കെ, സോ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്ക്രൂ ഹോൾ എന്താണെന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, hammering the metal below recrystallization temperature is. Okay, hammering the metal below recrystallization temperature. Okay, question ചോദിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 2004 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൽ ചോദിച്ചതാണ്. സോ ഹാമറിംഗ് ദ മെറ്റൽ ബിലോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ താഴെയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ് എന്താണ്, കോൾഡ് വർക്കിംഗ് ആണ്, ഡയറക്റ്റ്. ഒരു സെക്കൻഡ് പോലും വേണ്ട ആൻസർ ചെയ്യാൻ, കോൾഡ് വർക്കിംഗ് ആണ് ആൻസർ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഡിക്രീസിംഗ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ ബാർ ആൻഡ് ഇൻക്രീസിംഗ് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്, ദ പ്രോസസ് ഓഫ് ഡിക്രീസിംഗ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ ബാർ ആൻഡ് ഇൻക്രീസിംഗ് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചത് വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ 2006 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ഇവിടെ, ക്രോസ് സെക്ഷൻ ഡിക്രീസ് ചെയ്തിട്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ഏതാണ്, ഡ്രോയിങ് ഡൗൺ. ഓക്കെ, എന്താണ്, ഡ്രോയിങ് ഡൗൺ. ബാക്കിയുള്ള പ്രോസസ് ഒക്കെ അപ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനാണ്. ഓക്കെ, ഡിക്രീസ് ചെയ്യുന്നതിനല്ല.
സ്പിന്നിങ്ങും പീനിങ്ങും നമുക്ക് ആവശ്യമില്ല. ഡ്രോയിങ് ഡൗൺ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് വുഡ് പ്രൊഡ്യൂസ് സ്ട്രോങ്ങസ്റ്റ് കമ്പോണന്റ്? ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കമ്പോണന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് VHSC വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ 2006 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കമ്പോണന്റ് ഉണ്ടാക്കുന്ന ഏതാണ്? ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ മേളിൽ നിന്ന് താഴെ നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മോളിക്യൂൾസ് ആറ്റംസ് ഒക്കെ വളരെ കോമ്പാക്ട് ആയി എല്ലാം അടുത്തടുത്തിരിക്കുമ്പോഴായിരിക്കും എന്ത് ഏറ്റവും സ്ട്രോങ് ആവുന്നത്. സോ അങ്ങനെ വരുന്ന ഏതാണ് ആൻസർ? അങ്ങനെ ചെയ്യുന്ന ഇതിനകത്ത് ആ കംപ്രസീവ് ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ അടുപ്പിക്കുന്നത് ഫോർജിങ്. ഓക്കെ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കമ്പോണന്റ് വരുന്നതിനകത്താണ് ഫോർജിങ്ങിനകത്താണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇൻ സാൻഡ് മോൾഡിംഗ് ദ ബോട്ടം മോസ്റ്റ് പാർട്ട് ഓഫ് എ ഫ്ലാസ്ക് ഈസ് കാൾഡ്. ഓക്കെ, ഫ്ലാസ്ക് മോൾഡിംഗ് ബോക്സിനകത്ത് ഏറ്റവും താഴെയുള്ള പോർഷന് പറയുന്ന പേര് ഏതാണെന്ന്. ഓക്കെ, സോ താഴെയുള്ള പോർഷന് പറയുന്ന പേര് എന്താണ്? എന്തായിരുന്നു? ഡ്രാഗ്. ഓക്കെ, മുകളിലുള്ളത് എന്തായിരുന്നു? കോപ്പ്, താഴെയുള്ളത് ഡ്രാഗ്. ഒക്കെ ചോദിച്ചത് വൊക്കേഷണൽ ടീച്ചർ VHSC 2006 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോൾഡിംഗ് സാൻഡ്. മോൾഡിംഗ് സാൻഡിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന്. എന്തായിരുന്നു മോൾഡിംഗ് സാൻഡിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട്? ക്ലേ ആയിരുന്നോ? ക്ലേയുടെ എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലേ എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ. ഏറ്റവും കൂടുതൽ വരുന്നത് എന്തായിരുന്നു അതിനകത്ത്? ക്ലേ ആണോ, അയൺ ഓക്സൈഡ് ആണോ, അലൂമിനിയം ആണോ, സിലിക്ക ആണോ? സിലിക്ക. ഓക്കെ, സാൻഡ് എന്ന് പറയുന്നത് എന്താണ്? സിലിക്കയാണ്. ഓക്കെ, ആൻസർ ഈ സിലിക്ക. ക്വസ്റ്റ്യൻ ചോദിച്ചത് വൊക്കേഷണൽ ടീച്ചർ അഗ്രോ മെഷീനറി 2007 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചറൽ സെക്ഷൻ സച്ച് ആസ് റെയിൽസ്, ആംഗിൾസ്, ഐ ബീം എക്സെട്ര പ്രൊഡ്യൂസ് ബൈ. നമ്മൾ എക്സാമ്പിളിനകത്ത് പഠിച്ചതാ റെയിലൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. റെയിലും ഐ ബീമും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരുന്നു? റോളിങ് അല്ലേ? റോളിങ് വെച്ചിട്ടാണ് ഐ ബീം ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് ചോദിച്ചത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ലീഗൽ മെട്രോളജിയുടെ ക്വസ്റ്റ്യൻ ആണ്. ആ പ്രാവശ്യം 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. സോ ഇത് റോളിംഗ് ആണ്. അടുത്തതും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ലീഗൽ മെട്രോളജി 2008 ചോദിച്ചത്. വെൻ 3 boxes are needed for a mold, the center box is called. ഓക്കെ, 3 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു 3 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് സെന്റർ ബോക്സിന് പറയുന്നത്? ചീക്ക്. ഓക്കെ, മുകളിലുള്ളതിനെ കോപ്പ് എന്ന് പറയും, താഴെയുള്ളതിനെ ഡ്രാഗ് എന്ന് പറയും, സെന്ററിലുള്ളതിന് ചീക്ക് എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും സെയിം ആണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ലീഗൽ മെട്രോളജി 2008 ക്വസ്റ്റ്യന്. ഫോർ വയർ ഡ്രോയിങ് ഓപ്പറേഷൻ ദ വർക്ക് മെറ്റീരിയൽ ഷുഡ് ബി. ഓക്കെ, ഒരു വയർ ഡ്രോയിങ് ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ആ വർക്ക് മെറ്റീരിയൽ എങ്ങനെ ആയിരിക്കണമെന്ന്? ഡക്റ്റൈൽ ആയിരിക്കണോ, ടഫ് ആയിരിക്കണോ, മാലിയബിൾ ആയിരിക്കണോ, റെസിലിയന്റ് ആയിരിക്കണോ? ഓക്കെ, സോ എന്തായിരിക്കണം? നമ്മൾ ആ വയർ ഡ്രോയിങ് എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. വയർ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടുന്നതല്ലേ? ഒരിടത്ത് അറ്റത്ത് നിന്ന് ഇങ്ങനെ പുള്ളി ചെയ്തിട്ട് നമ്മൾ അതിനെ വയറാക്കി മാറ്റുന്നതിനാണ് എന്ത് പറയുന്നത്? വയർ ഡ്രോയിങ് എന്ന് പറയുന്നത്. സോ അങ്ങനെ വലിച്ചു നീട്ടാനുള്ള കഴിവിനെ എന്താ പറയുന്നത്? ഡക്റ്റിലിറ്റി. വലിച്ചു നീട്ടാനുള്ള കഴിവ് എന്താണ്? ഡക്റ്റിലിറ്റി. ഓക്കെ, സോ ഡക്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വയർ ഡ്രോയിങ് ഈസി ആയിട്ട് ചെയ്യാം. ആൻസർ എന്താണ്? ഡക്റ്റൈൽ ആണ്. ഓക്കെ, ഡക്റ്റൈൽ. അടുത്തത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതിൽ ലാസ്റ്റ് ആണ്. എ റിംഗ് സ്പാനർ ഈസ് യൂഷ്വലി മാനുഫാക്ചർഡ് ബൈ. ഒരു റിംഗ് സ്പാനർ എന്ത് വെച്ചിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? സ്പാനർ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമായിരിക്കണം അല്ലേ? നമുക്ക് നട്ടും ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യാനോ ഒക്കെ വേണ്ട സാധനം. അന്നേരം അത് നല്ല സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് ആയിട്ടുള്ള കമ്പോണന്റ് ഉണ്ടാക്കുന്ന ഏത് മെത്തേഡ് വെച്ചിട്ടാണ്? ഫോർജിങ്. ഓക്കെ, സോ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫോർജിങ് ആണ്. സോ ഡ്രോപ്പ് ഫോർജിങ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്പാനർ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടോ ഡയറക്റ്റ് ആയിരുന്നു. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഡയറക്റ്റ് ആയിട്ട്, ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, സോ അതിനെ കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം ഒക്കെ എഴുതുക. ഓക്കെ, സോ ഇത്രയും നേരം ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഐ ആം സൈനിങ് ഓഫ്.